അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ ഇടങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ, കണ്ടുമുട്ടുന്ന വിഷയങ്ങൾ, സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ആ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് ഒരു തീരുമാനം കിട്ടാൻ വേണ്ടി ഇന്ന് തീരുമാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലും വിഷമം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ. അതുകൊണ്ട് തന്നെ അടുത്ത് വീട് വെച്ചു, പക്ഷേ പാറയിൽ വെള്ളം കുത്തി നോക്കിയിട്ട് വെള്ളം കിട്ടണില്ല. അത് വെള്ളമുള്ള ഒരു സ്ഥലം കാണാത്തത് കൊണ്ട് കൃഷി ഇറക്കാൻ പറ്റുന്നില്ല.
അങ്ങനെ പ്രകൃതി കനിഞ്ഞു നൽകേണ്ട കാര്യങ്ങൾ കിട്ടാതിരിക്കുകയും അതിൻ്റെ പേരിൽ ജീവിതം വഴിമുട്ടി നിൽക്കുകയും ചെയ്യുന്ന മക്കൾ അമ്മേ നോട്ട് ബൈ മെഡ് ബട്ട് ബൈ ഗ്രേസിലാണ് ഉടമ്പടി വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, നിൻ്റെ കൃപ കൊണ്ട്. അതുകൊണ്ട് തന്നെ നിൻ്റെ കൃപ കൊണ്ട് ഏതെല്ലാം മേഖലകളിൽ വീണ് കിടക്കുന്നുണ്ടോ ജീവിതം, ഏതെല്ലാം മേഖലകളിൽ തടഞ്ഞു നിർത്തപ്പെടുന്നുണ്ടോ ജീവിതം, പലതരത്തിലുള്ള ഇൻ്റർവ്യൂവിനും ടെസ്റ്റിനൊക്കെ പോയിട്ടെങ്കിൽ നീന്തി കയറാൻ പറ്റാത്തവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് പോയിട്ടുള്ള പതിനായിരക്കണക്കിന് മനുഷ്യരെ അവിടെ മധ്യസ്ഥ പ്രാർത്ഥനയോടും പ്രത്യക്ഷയുടെ പ്രാർത്ഥനയോടും ചേർന്നുകൊണ്ട് ഇന്നത്തെ എല്ലാ മനുഷ്യരെയും പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കളുടെയും വേദനകളെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്വദേശത്തും വിദേശത്തും ജോലി ചെയ്യുന്നവരും അവരനുഭവിക്കുന്ന പ്രയാസങ്ങളും കർത്താവിൻ്റെ നാമം നീങ്ങിപ്പോട്ടെ എന്ന് കൽപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിത്യപിതാമ്പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം അഭിജിത്ത് കൃഷ്ണൻ എന്നും പറഞ്ഞൊരു മകൻ നമ്മുടെ അടുത്താറേ ഒരു സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവൻ ആദ്യം വന്നപ്പോൾ കുറേ പാട്ടാണ് പാടിയത് ക്രിസ്തുവിൻ്റെ. അത് വളരെ സന്തോഷത്തോടെ ലയിച്ചാണ് പാടണത്. പാടിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ കുറേ ദൈവാനുഭവങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ എന്നെ സ്പർശിച്ചത് അവൻ്റെ ദൈവാനുഭവങ്ങളെക്കാൾ ഉപരി കേരളത്തിലെ 33 നഗരസഭകളിൽ ഞാൻ പോയി കർത്താവിൻ്റെ ജോലി ചെയ്തിട്ടുണ്ടെന്നാണ്. അവിടെ ആൾക്കാരോട് സംസാരിക്കുകയോ ഈ കൃപാസനത്തിൻ്റെ പത്രം കൊടുക്കുകയോ ചെയ്താണ്. ശരിക്കും ചില ആൾക്കാരൊക്കെ എങ്ങനെ ഇപ്പം ഈ പീഡിയ കച്ചവടക്കാരൊക്കെ ഉടമ്പെടുത്തിട്ടേ ഈ അവർ പത്രം കൊണ്ടുപോകും. അവരെന്താ ചെയ്യണമെന്നറിയാം, അംഗവും കാണാൻ താളിയും പറിക്കാതെ പറഞ്ഞവർ നെയ്യപ്പം തിന്ന കണ്ടുകൊണ്ട് കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ കടയിൽ പിണ്ണാക്കും ശർക്കരയും അരിയൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നവർക്കെല്ലാം അവിടെ നിന്നുകൊണ്ട് കൈ നനയാതെ മെയ് നനയാതെ ഓരോ പത്രം കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ പത്രപ്രസവം ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങളെപ്പോഴും ഓർക്കേണ്ടത് ഈ അഭിജിത്ത് കൃഷ്ണൻ്റെയൊക്കെ കൂടെയാണ് നിങ്ങൾ കോമ്പറ്റ് ചെയ്യണമെന്ന് ഓർക്കണം. പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങളുടെ കാപട്യങ്ങളെല്ലാം ഇതുപോലെയുള്ള വലിയ ധീരരായിട്ടുള്ള വേദസാക്ഷികൾ തകർത്തുകളെ. കാരണം നിങ്ങൾ ദൈവത്തിന് വേണ്ടി മെയ്യനങ്ങാതെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ദൈവത്തിന് ഏതെല്ലാം രീതിയിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും അതനുസരിച്ചൊക്കെ ചെയ്ത് അനുഗ്രഹത്തിനാണ് വലിയ മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പം അത് നമുക്കറിയാം, ദൈവത്തിനും അറിയാമത്. അതുകൊണ്ട് തന്നെ അത് വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം നമ്മൾ കോമ്പറ്റ് ചെയ്യണത് ഇതുപോലെയുള്ള ആൾക്കാർ. ഈ അഭിജിത്ത് കൃഷ്ണൻ പറഞ്ഞ വേറൊരു സാക്ഷിയുണ്ട്. ഞാൻ ഒരു ബസ്സിൽ കയറുമ്പോൾ എവിടെയെങ്കിലും യാത്ര പോകുകയായിരിക്കും, ഞാൻ വെറുതെ ബസ്സിൽ നിന്നിട്ട് പാടും. കർത്താവിൻ്റെ പാട്ടുകളൊക്കെ പാടുമ്പോൾ എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്ന നല്ല പാട്ടാണെന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ അവരോട് ബസ്സിൽ വെച്ച് ക്രിസ്തുവിനെക്കുറിച്ച് പറയും. ഞാനിത് കേട്ടിട്ട് എനിക്ക് തന്നെ ചമ്മൽ വന്നു. ഞാനൊരിക്കലും ക്രിസ്തുവിനെ ബസ്സിൽ വെച്ച് സംസാരിച്ചിട്ടില്ല. അങ്ങനെ നമുക്ക് തോന്നിയിട്ടില്ല ബസ്സിൽ വെച്ച് ആൾക്കാരോട് ഇങ്ങനെ സംസാരിക്കും. അതിൻ്റെ അഭിഷേകം കിട്ടിയിട്ടുള്ളത് വേണേൽ പറയാം, എളിമയോടെ സമ്മതിക്കാതിരിക്കാൻ നിവർത്തിയില്ല. പക്ഷേ ഈ മനുഷ്യൻ്റെ അഭിഷേകം എന്ന് പറയുന്നത് എന്നാ ശരിക്കും പറഞ്ഞാൽ ആര് പറഞ്ഞു കൊടുത്തു? ഞാനാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ആൾക്കാരെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുകയോ മോട്ടിവേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. ഞാൻ ഉടമ്പടി വഴികളൊക്കെ പറഞ്ഞു കൊടുക്കും ആൾക്കാരോട്. പക്ഷെ ചില ആൾക്കാർ നമ്മളെ 1 മൈൽ പോകാൻ പറയുമ്പോൾ അവർ 10 മൈലാണ് പോണത്. അതാണ് വിഷയം. കർത്താവ് പറഞ്ഞേക്കണ 1 മൈൽ പോകാൻ പറയുമ്പോൾ 2 മൈൽ പോയാൽ മതി എന്നാണ്. ഇതങ്ങനെയല്ല. ചില ആൾക്കാർ 20 മൈൽ പോകും. പക്ഷെ അവർക്ക് അതിനുള്ള അഭിഷേകം കിട്ടിയിട്ടുണ്ട്. അതാണ് വിഷയം. നല്ല ദൈവസ്നേഹം ഉണ്ടെങ്കിൽ നമ്മളെ ഉടമ്പടി എടുക്കുന്നവർക്ക് ഭയങ്കരമായ ചിലക്ക് ദൈവസ്നേഹം അല്ലല്ലോ ഉടമ്പടി എടുക്കുമ്പോൾ, വസ്തുസ്നേഹം, വ്യക്തിസ്നേഹം അല്ലേ. ചില ആൾക്കാരൊക്കെ ആരെങ്കിലും ലവർമാരെ കല്യാണം കഴിക്കാനുള്ളവർ കല്യാണം കഴിക്കാൻ വേണ്ടി കർത്താവിന് പണി കൊടുത്തുവെച്ച് ഉടമ്പടി എടുക്കും. പുള്ളിക്കാരത്തി അല്ലെങ്കിൽ വിചാരിക്കുന്ന ആളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് എഴുതിയിട്ടും പോകും. നമ്മളറിയത്ത് പോലും ഇല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഉടായ്പ പാർട്ടികളുണ്ട് ശരിക്കും. എന്നിട്ട് എന്താ വിഷയം എന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് അങ്ങനെ ഒന്നും എഴുതാൻ പാടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ കണ്ണിൻ്റെ ദുരാശ കൊണ്ട് കണ്ടുപിടിച്ച ആൾ, അയാളെ ദൈവം നിങ്ങൾക്ക് ഒപ്പിച്ച് തരണമെന്ന് ദൈവം എന്താ ഏജൻസി, പ്രേമിച്ച് നടക്കുന്നവരുടെ ഏജൻസിയാണ്. അപ്പം നിങ്ങളുടെ പഴയ ഫയലുകൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും
നിങ്ങളൊരു ഫ്രോഡാണെന്നുള്ളത്. കാര്യം ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആരും പ്രാർത്ഥിക്കത്തില്ല. പ്രാർത്ഥിക്കാൻ പിന്നെ കർത്താവേ അങ്ങക്ക് മനസ്സാകുന്നെങ്കിൽ, അതാണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയണത്. അങ്ങനെ കുഷ്ഠരോഗികൾ പോലും അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയണത് എനിക്ക് മനസ്സാകുന്നു എന്ന് പറയത്തില്ല. അപ്പം നമ്മൾ എന്ത് ഉടമ്പടി ചെയ്താലും അത് ഇപ്സഫാക്ടോ അണ്ടർസ്റ്റുഡാണ്. എന്താണ് അങ്ങക്ക് മനസ്സാകുന്നെങ്കിൽ. എടുത്തേ വചനം എടുത്തേ. മത്തായി 8:2. അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണു വണങ്ങി പറഞ്ഞു, കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഭയങ്കര, ഞാനത് എപ്പോഴും ഇടയ്ക്ക് എൻ്റെ തലയിൽ വരുന്ന ഒരു സംഭവമാണ്. ഈ കുഷ്ഠരോഗി ഭയങ്കര വിജ്ഞാനമുള്ളൊരു മനുഷ്യനാണ്. പിന്നെ കുഷ്ഠരോഗി അയാളെ സഹായിക്കാനോ സന്ധിക്കാനോ അയാൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാനോ പോലും യോഗ്യതയില്ല. ഇവർക്ക് മണിയടിച്ച് നടക്കുന്ന പാർട്ടിയാണ്. അവർ വന്നത് കണ്ട അവർ സ്വന്തം അവർക്കൊരു മണി കൊടുത്തിട്ടുണ്ട്. സമൂഹം കൊടുത്തതല്ല, അവർ കലക്ക് കാശ് കൊടുത്ത് മേടിച്ചതാണ്. അത് അടിക്കണം. തങ്ങൾ കുഷ്ഠരോഗിയാണെന്ന് മറ്റുള്ളവരെ അറിയിക്കണം. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കുഷ്ഠം വന്നാൽ ഇവർ വഴിയിട്ടടിക്കും നാട്ടുകാർ. അങ്ങനെ ഒരു ജന്മമാണ് ആ കുഷ്ഠരോഗത്തിൻ്റെ ജന്മം. അവർക്കത് യാചിക്കുവാൻ പോലും അർഹതയില്ലെങ്കിലും അത് ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. കർത്താവേ നിൻ്റെ അടുത്ത് യാചിക്കാൻ പോലും എനിക്ക് അർഹതയില്ലെന്ന് എനിക്കറിയാം. 7:7 ഒരു ശതാധിപനുണ്ട്. അയാളെ കർത്താവിനെ കാണുമ്പോൾ പറയണ വർത്താനം കേട്ടാണ്, അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം അത് ആ വിചാരം തന്നെ ഒരു എളിമയാണ് അദ്ദേഹത്തിന്. ഇപ്പം നീ ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവതിരുസന്നിധിയിൽ എത്ര നീ വിശുദ്ധനാണെങ്കിലും, എത്ര നീ സൽപ്രവർത്തികളും കൃപാവര പ്രവർത്തികളും കൊണ്ട് നീ കോമ്പറ്റൻ്റ് ആണെങ്കിലും, ദൈവത്തോട് സംസാരിക്കാൻ കഴിയണത് ദൈവം തന്നൊരു യോഗ്യതയെ കരുതിക്കൊണ്ട് പെട്ട് പ്രാർത്ഥനയിൽ അത് വേണം. അതാണ് കുഷ്ഠരോഗിയും പറയണത്, അങ്ങക്ക് മനസ്സാകുന്നെങ്കിൽ. എനിക്ക് വേണ്ടി ആരും മനസ്സാകുന്നില്ല. അയാളുടെ മെയിൻ സംഭവം അതാണ്. അയാളുടെ നാട്ടുകാരോ വീട്ടുകാരോ ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരാരും അയാളുടെ കാര്യത്തിൽ മനസ്സാകുന്നില്ല. അപ്പോൾ ആരോ പറഞ്ഞ് കേട്ടു, കർത്താവിൻ്റെ വാക്ക് കേട്ടിട്ട് തൻ്റെ കാര്യത്തിൽ ആരെല്ലാം മനസ്സാകുന്നില്ലെങ്കിലും ചിലപ്പോൾ ഈശോ മനസ്സാകുമെന്ന് തോന്നിയിട്ട് ആ ഒരു വിശ്വാസത്തിലാണ് അയാൾ ചോദിക്കുന്നത്, കർത്താവേ ആർക്കും എൻ്റെ മേലൊരു മനസ്സില്ല, പക്ഷേ അങ്ങക്ക് മനസ്സുണ്ടായതെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും സുഖം പ്രാപിക്കും. അപ്പോൾ വിശ്വാസമാണതിൻ്റെ അകത്ത്. പിന്നെ തൻ്റെ എളിമപ്പെടലും. ഈ ശതാധിപനും ആ ടൈപ്പാണ്. അങ്ങയെ നേരിട്ട് കാണുന്നത് പോലും യോഗ്യതയില്ലെന്ന് ഞാൻ കരുതിയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴെന്താ ശതാധിപൻ ഈശോ അപ്പം തന്നെ അവൻ്റെ കൂടെ പോയെന്നാണ് പറയണത്. കുഷ്ഠരോഗിയോട് എന്താ പറയണത്, എനിക്ക് മനസ്സാകുന്നു, നീ സൗഖ്യമുണ്ടാകുക. കണ്ട, കർത്താവിൻ്റെ ഹൃദയത്തെ ഇവർ രണ്ടുപേരും ഇങ്ങനെ വളരെ സുന്ദരമായ രീതിയിൽ കർത്താവിൻ്റെ ഹൃദയത്തെ വിശ്വാസികളിലേക്ക് തിരിക്കണ കണ്ടില്ലേ. അതായത് ഈ തിരിക്കണ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ യോഹന്നാൻ മാന്താരുടെ ജനത്തെക്കുറിച്ച് പറയണത്, അവൻ പിതാക്കന്മാരുടെ ഹൃദയത്തെ മക്കളിലേക്ക് തിരിക്കുമെന്നാണ്. ലൂക്ക 1:17 പിതാക്കന്മാരുടെ ഹൃദയത്തെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിന്റെ മുമ്പേ പോകും. ഇതിന്റെ വിഷയം എന്ന് വെച്ചാല് ഇതുപോലെ തന്നെയാണ് തിരിച്ചു വരണത്. ഇപ്പം പിതാക്കന്മാരുടെ ഹൃദയത്തെ മക്കളിലേക്ക് കൊണ്ടുവരാൻ, അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. അപ്പം ഇതുപോലെ ഒരു കൗണ്ടർ തിരിച്ചു കൊണ്ടുവരവാണ് എന്താണ്, ദൈവത്തിൻ്റെ ഹൃദയത്തെ മനുഷ്യരിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. ഈ കുഷ്ഠരോഗിക്കും കഴിയുന്നുണ്ട്, അതുപോലെ തന്നെ
ശതാധിപനും കഴിയുന്നുണ്ട്. അതെങ്ങനെ കഴിയണം? അവരുടെ വിശ്വാസത്തെ അവർ ദൈവത്തിൻ്റെ മുമ്പിൽ അവിടെ സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ എളിമപ്പെട്ടിട്ടാണ് അവരത് അപ്ലൈസ് ചെയ്യണത്. അപ്പോൾ ദൈവദർശനം വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ബോധം, എളിമയുടെ ബോധം ഉണ്ടാകണം. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് തീർച്ചയായിട്ടും സാക്ഷിയായിട്ട് എന്നെ ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് രമ്യ, ഞാൻ കൊച്ചിയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 1/5/2025 അപ്പോൾ എൻ്റെ വീട്ടിൽ ഓൾറെഡി അമ്മയും ചേച്ചിയും ഉടമ്പടിയിലായിരുന്നു. അപ്പോൾ അവർ ആ സമയത്തൊക്കെ എൻ്റെ അടുത്ത് പറയുമായിരുന്നു ഉടമ്പടിയിൽ വരാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് രാവിലെ 5:30 എണീക്കാൻ ഇച്ചിരി മടിയായതുകൊണ്ടും എൻ്റെ മോള് ചെറുതായതുകൊണ്ടും ഒക്കെ ഞാൻ ആ സമയത്ത് വന്നില്ല. ഞാൻ 2-3 വട്ടം ഓൺലൈനായിട്ട് എൻ്റെ നിയോഗം സമർപ്പിച്ചിട്ട് ഞാൻ രാവിലെ 5:30 എണീറ്റ് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയായിരുന്നു. പക്ഷേ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ വർഷം എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഫാമിലിപരമായിട്ട് വലിയൊരു പ്രശ്നം വരുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര മെൻ്റലി ഡിപ്രസ്ഡായി. അത് ഭയങ്കരമായിട്ട് എന്നെ തളർത്തി. അപ്പോൾ ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നു. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ എൻ്റെ ചേച്ചി ട്രെയിനിൽ ഇരുന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നീ ഉടമ്പടി എടുക്ക് വേഗം പോയി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അമ്മ നിൻ്റെ കൂടെ ഉണ്ടാവും, എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് തരും എന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം ഒരു ഏപ്രിൽ അവസാനമാണ്, ഏപ്രിൽ ഒരു 3rd വീക്കാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുന്നത്, ഞാൻ തിരിച്ചു വരുന്നതും. അപ്പോൾ അതിനുശേഷം ചേച്ചി പറഞ്ഞു May 1 ഹോളിഡേ ആണ് ചേച്ചിക്ക്, അപ്പോൾ ഇങ്ങോട്ട് വരാം, എന്നിട്ട് ചേച്ചിക്ക് ഉടമ്പടി പുതുക്കാനുണ്ട്, എനിക്ക് പുതിയതായിട്ട് എടുക്കാമെന്നും പറഞ്ഞു. അങ്ങനെ May 1 ഞാനും ചേച്ചിയും കൂടി ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നപ്പോഴത്തേനും ഞങ്ങൾക്ക് ജസ്റ്റ് കുറച്ച് സമയത്തിൻ്റെ വ്യത്യാസത്തിൽ, മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ഫസ്റ്റ് ഉടമ്പടിക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുർബാനയൊക്കെ കൂടിക്കഴിഞ്ഞ് ചേച്ചിക്ക് പുതുക്കാനുള്ളതുകൊണ്ട് ചേച്ചി പോയി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ കയറ്റാൻ തുടങ്ങുമ്പോൾ അവിടെ പോയി നിന്നാൽ മതി എന്ന് പറഞ്ഞ് പോയി. അപ്പോൾ ഞാൻ ഓൾറെഡി മെൻ്റലി ഞാൻ അത്ര ഓക്കെ അല്ലാത്തതുകൊണ്ട് എനിക്ക് ഫിസിക്കലിയും ഭയങ്കര വീക്കായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അമ്മയുടെ അടുത്ത് പറയണമായിരുന്നു, അമ്മേ ഞാൻ എങ്ങനെയാണ്, എനിക്ക് ഇത്രയും നേരമൊക്കെ നിൽക്കാൻ പറ്റുമോ എനിക്കറിയില്ല, എന്തോ ഒരു ക്ഷീണം പോലെ തോന്നുന്നു അമ്മയെന്നൊക്കെ പറഞ്ഞ് ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ കുറച്ച് പേര് അവിടെ പോയി നിൽക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു പോകാം, അവിടെ നിൽക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ ആ ഒരു നിമിഷം എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു എനർജി നിറയുന്ന കൂട്ട്, എന്തോ ഒരു പോസിറ്റീവ് എനർജി നിറഞ്ഞ് എനിക്ക് പിന്നെ ആ ക്ഷീണമൊന്നുമില്ല. ഞാനിങ്ങനെ ആരും എന്നെ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് പോണ കൂട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ സ്റ്റെപ്പൊക്കെ ഓടി കയറുമായിരുന്നു. ക്ലാസ്സിൽ പോയി അച്ഛൻ പറഞ്ഞ കാര്യങ്ങളും ജോമോൾ സിസ്റ്റർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉറക്കമൊന്നും എനിക്ക് വന്നില്ല. നന്നായിട്ട് ഞാൻ കേട്ടിരുന്നു, ശ്രദ്ധയോട് പൂർവ്വം ഇതായിട്ട് കേട്ടിരുന്നു. താഴെ വന്നു, പ്രദർശനത്തിൻ്റെ അവിടെ പോയി ഗ്രൂപ്പായിട്ട് തിരിച്ച് നമ്മളെ മേലെ കയറ്റുമല്ലോ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ. അപ്പോൾ ആ സമയത്ത് കയറ്റിന് മുന്നേ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചു, മാതാവേ എനിക്ക് മാതാവിനെ ഇന്ന് പിടിക്കാൻ കിട്ടുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിലുടനീളം മാതാവിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ മനസ്സിൽ പറഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു, ഈശ്വര ഇനി കിട്ടിയില്ലെങ്കിലോ, അത് പിന്നെ ഒരു വിഷമം വേണ്ട, ഞാൻ മാതാവേ ഞാൻ ചുമ്മാ പറഞ്ഞാണ്, കുഴപ്പമില്ല, എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ കയറി അവിടെ നന്നായിട്ട് പാടി സ്തുതിച്ചു. അപ്പോൾ ആ ചേച്ചി എൻ്റെ അടുത്താണ് ആദ്യം ടോക്കൺ നീട്ടിയത്. ഞാനൊന്നെടുത്തു, അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും കൊടുത്തു. തിരിച്ചു വന്നപ്പോൾ ഞാൻ കൈ നോക്കുമ്പോൾ അതിൽ കയ്യിൽ മാതാവായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇവിടം വരെയും ഞാൻ മാതാവിനെയും കൊണ്ട് വന്നു, പ്രദക്ഷിണത്തിൽ വന്നു. അപ്പോൾ എനിക്കറിയില്ല എനിക്ക് സങ്കടമാണോ സന്തോഷമാണോ എന്താണ് എനിക്കുണ്ടായിരുന്ന ഇമോഷൻ എനിക്കിപ്പോഴും പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. അങ്ങനെ നിയോഗം സമർപ്പിച്ചു, വീട്ടിൽ പോയി. പക്ഷേ Day 1 തൊട്ട് ഞാൻ 5:30 എണീക്കാനോ അല്ലെങ്കിൽ പ്രാർത്ഥന കൂടാനോ ധ്യാനം കൂടാനോ അങ്ങനെ ഒന്നിനും എനിക്കൊരു മടി ഉണ്ടായില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഭയങ്കര ഒരു പ്രത്യേക എനർജിയാണ് എനിക്കിതൊക്കെ ചെയ്യാനും. അതുപോലെ തന്നെ പത്രമാണെങ്കിലും എനിക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊന്നും ഒരു മടി ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം പള്ളിയുടെ പരിസരത്തായിരുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് പക്ഷേ എനിക്ക് തോന്നുന്നു പള്ളിയുടെ പരിസരത്ത് കുറച്ച് നാൾ അതും ഞാൻ കയ്യിൽ കൊടുക്കുകയുള്ളൂ, അല്ലാതെ ഇങ്ങനെ വെച്ചിട്ട് പോകാറില്ലായിരുന്നു. അത് കുറച്ച് നാൾ മാത്രമേ ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നീട് എനിക്കിങ്ങനെ മനസ്സിൽ തോന്നാൻ തുടങ്ങി അതെല്ലാം ഞാൻ ചെയ്യേണ്ടത് അച്ഛൻ പറയുന്ന കൂട്ട് തന്നെ നമ്മൾ റോഡിലിറങ്ങി അറിയാത്തവർ അറിയിക്കണം, അതാണ് ചെയ്യേണ്ടത്. പിന്നെ തൊട്ട് ഞാൻ റോഡിലിറങ്ങി കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യത്തെ എൻ്റെ ഞാൻ 6 നിയോഗങ്ങളുണ്ടല്ലോ, അതിൽ 5 നമ്മൾ എഴുതുന്നത്, ബാക്കി നമ്മൾ മാതാവിനും ഈശോയ്ക്കും സമർപ്പിക്കുകയുള്ളൂ ചെയ്യുന്നത് 6ാമത്തത്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ഒരു
അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ അതിലൊരു ജോലിയുടെ കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരു കോൺട്രാക്ട് ജോലിയുടെ കാര്യം. അപ്പോൾ അത് ഞാൻ ഓൾറെഡി ഒരു വർഷം മുന്നേ തൊട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടാൻ മെറിറ്റ് വെച്ചിട്ടാണെങ്കിൽ എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, കാരണം ഞാൻ ആദ്യം കിടക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ അന്വേഷിച്ച് വന്നപ്പോൾ അതിൽ ഒരുപാട് കാറ്റഗറി പെട്ടവരുണ്ട്, എല്ലാ കാറ്റഗറി പെട്ടവരും ഉണ്ട്. അപ്പോൾ അവിടെ കുസാറ്റിലെ കോൺട്രാക്ട് ജോലിയാണ്. അപ്പോൾ അവിടെ എടുക്കുന്നത് റൊട്ടേഷൻ വൈസാണ്. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു നമുക്ക് പറയാൻ പറ്റില്ല, അത് വേറൊരു കാറ്റഗറിക്കാർക്കായിരിക്കും ചിലപ്പോൾ കിട്ടുക, ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനത് ഉപേക്ഷിച്ചു. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഗസ്റ്റായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു വർഷം ബ്രേക്ക് എടുക്കാം, എന്നിട്ട് മെൻ്റലി ഓക്കെ അല്ലാത്തതുകൊണ്ട് ഒരു വർഷം ബ്രേക്ക് എടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ വർഷമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ എൻ്റെ മെറിറ്റിലൊന്നും ഒരു ഇതും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഉടമ്പടി എടുത്ത് ഒരു 1.5 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് അവിടുത്തെ ഒരു സാറിൻ്റെ അടുത്ത് നിന്ന് കോള് വരികയാണ്, ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്, എനിക്ക് അവിടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞത്. അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്, അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോൾ എനിക്ക് കിട്ടാൻ ഒരു സാധ്യതയില്ലാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് മാതാവ് ആദ്യം തന്നെ തന്നത്. അതിൻ്റെ ഒരു അടയാളമായിട്ട് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഓൺ കോൺട്രാക്റ്റിലാണ് എനിക്ക് അവിടെ ജോലി കിട്ടിയത്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കെമിക്കൽ ഓഷനോഗ്രഫിയിൽ. അപ്പോൾ അതിൻ്റെ അടയാളമായിട്ട് എനിക്ക് തോന്നിയ 2 കാര്യങ്ങൾ. ഒന്ന്, ആ ഡിപ്പാർട്ട്മെൻറ്റ് തൊട്ടടുത്ത് തന്നെ ഒരു വേളാങ്കണ്ണി മാതാവിൻ്റെ ചാപ്പലുണ്ട്. അപ്പോൾ ആ ചാപ്പലിൽ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വർക്കിലേക്ക് കടക്കാമെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പിന്നെ രണ്ടാമത്തത്, അതിൻ്റെ എംബ്ലം എന്ന് പറയുന്നത് നമ്മുടെ ഈ മാതാവിൻ്റെ പുറകിലുള്ള ഈ ഒരു തിരമാല പോലെ അങ്ങനെയാണ്. അപ്പോൾ അത് രണ്ടും എനിക്ക് ഉറപ്പായി, അത് രണ്ടിലൂടെ എനിക്ക് ഉറപ്പായി ഇത് മാതാവ് തന്നതാണെന്ന്. പിന്നെ അതാണ് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ ആദ്യമായിട്ട് മാതാവ് എൻ്റെ മനസ്സിൽ കുറച്ച് ഒരു മഴ പെയ്ച്ചത് അങ്ങനെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, അപ്പോൾ രണ്ടാമത്തെ നിയോഗമായിട്ടാണ് ഞാൻ ഇത് എഴുതിയത്. ആദ്യത്തേത് ഞാൻ എൻ്റെ ഈ ഫാമിലി ഇഷ്യൂ ആയിരുന്നു, പക്ഷെ അതൊരു 1.5 മാസം കൊണ്ട് തന്നെ സോൾവ് ആയി എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ച വേറൊരു കാര്യം, എൻ്റെ കുഞ്ഞിനൊരു അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു സ്കൂളിൽ. അപ്പോൾ ആ സ്കൂളിൽ അഡ്മിഷൻ എടുത്ത സമയത്ത് ഞാനൊന്നും ആലോചിക്കാതെ എടുത്തു. പക്ഷേ അതിന് ശേഷം എനിക്ക് ആ സ്കൂൾ മാറ്റണം എന്ന് തോന്നി. പക്ഷേ ഞങ്ങൾ ഓൾറെഡി ഡൊണേഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു മാറ്റണമെങ്കിൽ മാറ്റാം, പക്ഷേ ഡൊണേഷൻ എമൗണ്ട് മൊത്തം തിരിച്ച് കിട്ടണം എന്ന് പറഞ്ഞു. അതെനിക്ക് തോന്നുന്നു ഞാൻ ഉടമ്പടി എടുത്ത സെക്കൻഡ് വീക്കാണ് ഇത് സംഭവിക്കണേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് ഭയങ്കര പേടിയായി, ഞാൻ എങ്ങനെ പോയി ചോദിക്കും അവരോട് എന്നൊക്കെ ഓർത്ത്. അപ്പോൾ 2-3 വട്ടം അവർ എൻ്റെ അടുത്ത് ഞാൻ അവിടെ പോയി അന്വേഷിക്കുന്ന ടൈമിലൊക്കെ ഞാൻ ഉപ്പ് കൊണ്ടുപോയിട്ടാണ് ഇട്ട് വിശ്വാസപ്രയോഗം പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ അവിടെ ആ ഗേറ്റ് കടന്ന് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ചെന്നപ്പോൾ അവിടെ ആളുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ദിവസം അവർ എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ച് കുറച്ച് എമൗണ്ടൊക്കെ എടുത്തിട്ടായിരിക്കും മാറ്റിയിട്ടായിരിക്കും അവർ തരുള്ളൂ എന്ന്. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് ആ മൊത്തം എമൗണ്ടും അവർ തന്നു. ഒരു ദേഷ്യം ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് എനിക്ക് ആ ഫുൾ എമൗണ്ടും റീഫണ്ട് ചെയ്തു എന്നുള്ളതാണ്. അതാണ് എനിക്ക് ആദ്യത്തെ ഉടമ്പടി വസ്തു വെച്ച് കിട്ടിയ പ്രയോഗം വെച്ച് കിട്ടിയ ഒരു അനുഗ്രഹം. പിന്നെ അതിന് ശേഷം പിന്നെ എൻ്റെ അങ്ങനെ വീട്ടുകാരായിട്ടുള്ള പ്രശ്നം സോൾവായി. പിന്നെ അതിനുശേഷം ഞാൻ ഉടമ്പടിയിൽ ഒരു 5ാമത്തെ നിയോഗമായിട്ട് 5 നിയോഗങ്ങൾ ഞാൻ എന്ത് എഴുതണമെന്ന് കൺഫ്യൂഷനായിരുന്നു. 3 എനിക്കറിയായിരുന്നു എന്താ എഴുതേണ്ടത്, 2 എനിക്ക് അങ്ങനെ അറിയില്ല എന്ത് എഴുതണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. 5ാമത്തെ ആയിട്ട് ഞാൻ വെച്ചത് എൻ്റെ സ്വന്തം പേരിലൊരു വീടെന്നുള്ളതാണ്. അത് സത്യം പറഞ്ഞാൽ ഞാൻ ചുമ്മാ വെച്ചതാണ്. എനിക്ക് വീട് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഇപ്പോഴത്തെ വീട്ടിൽ കുറച്ച് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് എനിക്ക് വേണം എന്നുണ്ടായിരുന്നു, വേറൊരു സ്ഥലത്തേക്ക് ഒരു പുതിയൊരു പ്ലേസിലേക്ക് ഒരു വീട് വേണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വെച്ചു. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുകയൊന്നും ചെയ്തിരുന്നില്ല. കാരണം നമ്മളെക്കാളും വല്ലാത്ത അവസ്ഥയിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ടല്ലോ, ഭവനരഹിതരായിട്ടുള്ള ഒരുപാട് പേരുള്ളപ്പോൾ എനിക്ക് അതിൻ്റെ പേരിൽ പ്രാർത്ഥിക്കാനൊന്നും തോന്നിയിരുന്നില്ല. അതുകൊണ്ട് മോശമായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വർഷം ഒരു ഫെബ്രുവരി ലാസ്റ്റ് ആയപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുകയാണ് OLX ഒന്ന് സെർച്ച് ചെയ്യുന്നു. അങ്ങനെ ഞാൻ OLX സെർച്ച് ചെയ്യാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു വിത്തിൻ ഒരു മന്ത് കൊണ്ടിട്ട് എനിക്കൊരു വീട് റെഡിയായി. ഞാൻ കുറേ വീടുകൾ പോയി കണ്ടു. അതും എൻ്റെ ബഡ്ജറ്റിന് നിന്ന് കുറച്ച് കൂടുതലാണ് എനിക്കിപ്പോൾ കിട്ടിയ വീട്. എനിക്ക് ഹൗസിംഗ് ലോൺ എടുക്കാൻ കുറച്ച് പേടിയായിരുന്നു, കാരണം എനിക്ക് സ്ഥിര ജോലി ആയിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ എന്ത് ചെയ്യും, എനിക്ക് വീട് നോക്കാനും തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഞാൻ രാവിലെ വെളുപ്പിനെ രാത്രി കിടക്കുമ്പോഴൊക്കെ ഇത് ഓർത്താണ് കിടക്കുന്നത്. അപ്പോൾ വെളുപ്പിനെ ഇങ്ങനെ എൻ്റെ മനസ്സിൽ ആരോ തോന്നിപ്പിക്കുകയാണ്, നിൻ്റെ കയ്യിൽ ഗോൾഡ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് നീ ഹൗസിംഗ് ലോൺ എടുക്കണേ. അങ്ങനെ ഇപ്പോൾ ഗോൾഡിന് നല്ല പൈസ ഉള്ളതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഗോൾഡ് ലോൺ എടുക്കാൻ വേണ്ടി പോയി. അത് എനിക്ക് തോന്നണം ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് ഗോൾഡ് ലോൺ ശരിയായി. കുറച്ച് ഗോൾഡ് ഞാൻ വിൽക്കേണ്ടിയും വന്നു. പക്ഷേ ഈ മെയ് 7 എനിക്ക് ഒരു പുതിയ ഭവനം, അതായത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊരു സംഭവം ഉണ്ടായി. അതായത് ഞാൻ വീട് പോയി കണ്ടു, എഗ്രിമെൻ്റ് വെച്ചു. എഗ്രിമെൻ്റ് ഒരു 24th ചൊവ്വാഴ്ചയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഡിസംബർ തൊട്ട് എൻ്റെ മനസ്സിലിങ്ങനെ 24 എന്ന് പറഞ്ഞ ഒരു തീയതി ഇങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാണില്ല. ഞാൻ മാർച്ച് 24 നോക്കിയപ്പോൾ അതൊരു ചൊവ്വാഴ്ചയാണ്, ഏപ്രിലും ഒരു ചൊവ്വാഴ്ചയാണ്.
അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ PSC ഒക്കെ എഴുതാറുണ്ട്, ഇനി അതിൻ്റെ വല്ലതും ആണോ എന്നൊക്കെ ഓർത്തിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഈ ഭവനത്തിൻ്റെ രീതിയിലാണ് എനിക്കത് മാതാവ് കൊണ്ടുവന്ന് തന്നത്. അപ്പോൾ അങ്ങനെ April 24 എഗ്രിമെൻറ്റ് ചെയ്തു. എഗ്രിമെൻറ്റ് ചെയ്തപ്പോൾ എനിക്ക് അത്യാവശ്യം വലിയൊരു എമൗണ്ട് തന്നെ ഈ വീട്ടിൽ കൊടുക്കേണ്ടി വന്നു. കാരണം ഈ വീടിൻ്റെ ആധാരം പണയത്തിലായിരുന്നു. അപ്പോൾ അത് എടുപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അത്രയും തന്നെ രൂപ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അതിന് ശേഷം എനിക്കിങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നു. ഇത് തന്നെയാണോ എൻ്റെ വീട്, ഞാൻ ഉദ്ദേശിച്ച വീട് ഇത് തന്നെയാണോ, ഈ വിലയ്ക്ക് ഇത് ഇത്രയും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാൻ തുടങ്ങിയപ്പോഴത്തേനും എൻ്റെ അമ്മയ്ക്കും അതുപോലെ തന്നെ തോന്നി. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഈ വീട് ഇത്രയും രൂപയും കൊടുത്ത് നമുക്കൊരു സന്തോഷം കിട്ടുള്ളല്ലോ, മാതാവ് എന്ത് ചെയ്യും, മാതാവ് തന്ന വീടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്നാലും എനിക്ക് സന്തോഷം കിട്ടുന്നില്ല മാതാവേ, എനിക്ക് എങ്ങനെയെങ്കിലും സന്തോഷം വേണം, കാരണം സന്തോഷമില്ലാതെ നമ്മളെങ്ങനെ ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റണേ. അങ്ങനെ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് ഇങ്ങനെ വിഷമിച്ചിരുന്ന സമയത്ത് ഞാൻ ജപമാല ചൊല്ലിയാണ് ഞാൻ എഗ്രിമെൻറ്റ് സമയത്ത് പോകുന്നതും. എഗ്രിമെൻറ്റ് സമയത്ത് പോയപ്പോഴും ഞാൻ അവിടെ എന്തെങ്കിലും അടയാളം കാണുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ ആധാരം ഓഫീസിൻ്റെ ചുറ്റിനും നോക്കി. പക്ഷേ എനിക്കൊരു അടയാളവും കിട്ടിയില്ല. ആകെ ഒരു മരിയ ടൈലറിങ്ങിന് മാത്രം ഞാൻ കണ്ടു, മരിയ ടൈലറിങ്. പിന്നെ ഞാൻ അത് വെച്ച് ആശ്വസിച്ചു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. ഈ രജിസ്ട്രേഷൻ May 7 അപ്പോൾ ഈ 7 എന്ന് പറഞ്ഞ ഡേറ്റും ഞാൻ കൊടുത്തതല്ല. അതായത് അദ്ദേഹം ഓണറെ എൻ്റെ അടുത്ത് ബുധനാഴ്ച നമുക്ക് രജിസ്റ്റർ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ബുധനാഴ്ച വേണ്ട, കുറച്ചും കൂടെ പണികൾ തീരാനുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ചേട്ടനോട് ബുധനാഴ്ച വേണ്ട, വ്യാഴാഴ്ച പറയുന്നു, ഇങ്ങനെ പറഞ്ഞു പോയതാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു നോക്കുമ്പോഴാണ് വ്യാഴാഴ്ച എന്ന് പറയുന്നത് May 7 മനസ്സിലായത്. അപ്പോൾ 7 എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തോട് കണക്റ്റായി നിൽക്കുന്ന ഒരു സംഖ്യയാണല്ലോ. അങ്ങനെ അതിനുശേഷം ഞാൻ ഈ ആധാരം എഗ്രിമെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ രജിസ്ട്രേഷൻ്റെ സമയത്ത് പോകുമ്പോഴും ഞാൻ ജപമാല ചൊല്ലിയൊക്കെ പോകുന്നത്. കാരണം ഞാൻ ഹാപ്പിയല്ല, ആ വീട് എൻ്റെ ആണോ, ഞാൻ വാങ്ങുന്നുണ്ട്, പക്ഷേ എനിക്കതിലൊരു ഇത് കിട്ടുന്നില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ അവിടെ എത്തി. രജിസ്ട്രേഷൻ്റെ സമയത്ത് ആധാരം ഓഫീസിലേക്ക് ജസ്റ്റ് കടന്നപ്പോൾ തന്നെ അതിൻ്റെ തൊട്ടടുത്ത ഒരു വോളിൽ വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു രൂപം, ഗ്ലാസ്സിലുള്ളൊരു രൂപം ഞാൻ കണ്ടു. അത്രയും ദിവസങ്ങളിൽ ഞാൻ പോയിട്ടും അവിടെ കാണാത്തൊരു രൂപമാണ് ഞാൻ അന്ന് കണ്ടത്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം അത് രണ്ടാമത്തെ അടയാളമായിട്ട് തോന്നി. 7 എന്ന് പറഞ്ഞ സംഖ്യ ആദ്യത്തെ അടയാളമാണ്. അതിനുശേഷം ഇത് കണ്ടപ്പോൾ എനിക്കൊന്നും കൂടെ സന്തോഷമായി. ഓക്കെ, ഇത് മാതാവ് തന്നാണ് എന്ന് പറഞ്ഞ് ഞാൻ ആശ്വസിച്ചു. സൈൻ ചെയ്തു. രജിസ്ട്രേഷൻ ഓഫീസിലേക്ക് പോയി. അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇതിൻ്റെ ഓണർ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട് എല്ലാം. അപ്പോൾ ഓണർ പറഞ്ഞു 2-3 വട്ടം ഇങ്ങനെ സ്റ്റാറ്റസ് കണ്ടു, അപ്പോൾ കൃപാസനത്തിൽ പോവാറുണ്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പോവാറുണ്ട് ചേട്ടാ. അപ്പോൾ എത്ര വർഷമായെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 1 വർഷമായിട്ടേ ഉള്ളൂ, May 1 വന്നപ്പോൾ 1 വർഷമാണ് എന്ന് പറഞ്ഞു. ആയി എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു ഞങ്ങൾ 22 വർഷമായിട്ട് കൃപാസനത്തിൽ നിൽക്കുന്ന ഒരാൾക്കാരാണ്. അതായത് ചേട്ടൻ്റെ വൈഫാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ചേട്ടനും ഫാമിലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൃപാസനത്തിനോട് അത്രയും അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് എനിക്ക് വല്ലാത്തൊരു എന്താ പറയുക ഒരു ഇത് തന്നു. ഞാൻ സന്തോഷിച്ചു പോയി. കാരണം ഞാൻ വീട് വേണ്ട ഇതിൽ നിന്ന് എങ്ങനെ പിന്മാറും, എങ്ങനെ പിന്മാറും, ഇത്രയും രൂപ കൊടുത്തു പോയതാണല്ലോ, ഇല്ലെങ്കിൽ എനിക്ക് പിന്മാറായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരുന്ന ഞാൻ ഇത്രയും അടയാളങ്ങൾ എനിക്ക് മാതാവ് കാണിച്ചു തന്നു, ഇത് നിനക്കായിട്ട് ഞാൻ തന്ന വീടാണെന്ന്. മാത്രമല്ല വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വീടിൻ്റെ ഫ്രണ്ട് വശം മൊത്തം ഗ്രേ കളർ ടൈലാണ്. ഉള്ളിലേക്ക് കിടന്ന ബ്ലൂയിഷും ഗ്രീനിഷും ഷെയ്ഡാണ് ഈ വീട്ടിലുള്ളത്. ടൈലിനൊക്കെ ബ്ലൂയിഷ് ഷെയ്ഡാണ്. പിന്നെ കിച്ചൻ്റെ കബേർഡൊക്കെ ഗ്രീനിഷ് ഷെയ്ഡാണ്. അത് മാത്രമല്ല ആ ചേട്ടനെ അന്ന് പറഞ്ഞൊരു കാര്യം, ഞാൻ കാശുരൂപവും അതുപോലെ തന്നെ കുരിശും സ്ഥാപിച്ചാണ് ഈ വീട്, പല മുക്കുകളിലും സ്ഥാപിച്ചാണ് ഞാൻ ഈ വീട് വെച്ചിരിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ അത് വലിയൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നി. അതായത് ടൈം ഷോർട്ടനിങ്ങിലൂടെയാണ് എനിക്കിത് കിട്ടിയത്. കാരണം ഞാൻ 1.5 മാസം എടുത്തുള്ളൂ എനിക്ക് ഈ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ തൃപ്പൂണിത്തുറ വലിയകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട് വാങ്ങിയത്. ഇവിടുത്തെ പിന്നെന്ന് പറയുന്നത് 682307 ആണ്. എഗെയിൻ ഞാനിത് പിന്നീടാണ് ചിന്തിക്കണം, 07 ആണല്ലോ പിന്ന്, അതും അതിൻ്റെ ഒരു അടയാളമല്ലേ. അപ്പോൾ അങ്ങനെ അതായത് കഴിഞ്ഞ വർഷം ഞാൻ ഭയങ്കര ദുഃഖിച്ചാണ് ഞാൻ ഇവിടെ വരുന്നത്. അത്രയും വിഷമത്തിലായിരുന്നു, ഒട്ടും മെൻ്റലി ഓക്കെ ഇല്ലായിരുന്നു. ആ സമയത്ത് ഞാൻ എങ്ങനെയോ കോളം തേക്കാൻ വേണ്ടി വെച്ചൊരു കാര്യമാണ്. പക്ഷേ അത് ഇന്ന് മാതാവ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിനറിയാം നമുക്ക് വേണ്ടത് എന്താണെന്ന്. ഞാൻ വിചാരിച്ചു എനിക്കൊരു പെർമനൻറ്റ് ജോലിയാണ് വേണ്ടതെന്ന്. പക്ഷേ അതിന് മുന്നേ എനിക്കൊരു കോൺട്രാക്ട് ജോലി 3 വർഷത്തേന് നല്ല സാലറി ഉണ്ട്, എൻ്റെ വീടിൻ്റെ അടുത്തുമാണ്, എനിക്കൊന്നും ആലോചിക്കേണ്ട. അത് തന്നാണ് മാതാവ് ആദ്യം എന്നെ ഉയർത്തിയത്. അതിനുശേഷം പടിപടിയായിട്ട് ഓരോ കാര്യങ്ങളിലും മാതാവ് എന്നെ ലീഡ് ചെയ്തു എന്നുള്ളതാണ്. ഈശോയുടെ കൃപ കൊണ്ടാണത് ലീഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ ഇവിടം വരെ എത്തിച്ചു. എനിക്ക് കോടാനുകോടി എന്നൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് സംഖ്യ പറയാൻ പറ്റില്ല, അത്രയും അധികം നന്ദിയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ
പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എവിടെ പോയാലും എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുമ്പോൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് കൂടി ഉടനെ തന്നെ ഞാൻ ഷെയർ ചെയ്യും. അതുപോലെ തന്നെ ധ്യാനം മിക്കപ്പോഴും ഞാനിവിടെ നേരിട്ട് വന്നാണ് കൂടാറുള്ളത്. കാരണം എനിക്ക് അവിടെ നിന്ന് ഒരു 5 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ 7 മണിയാകുമ്പോൾ എത്തും. അപ്പം നേരിട്ട് വന്ന് കൂടുമ്പോൾ ഒരു പ്രത്യേക അഭിഷേകമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നേരിട്ട് കൂടാത്ത സമയത്ത് ഞാനത് നന്നായിട്ടിരുന്ന് കേട്ടുകൂടി അത് അപ്പം തന്നെ ഷെയർ ചെയ്യാറുണ്ട്. സാക്ഷ്യങ്ങളെല്ലാം കേൾക്കാറുണ്ട്, ഇടുന്ന സാക്ഷ്യങ്ങളെല്ലാം കേൾക്കാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം മാതാവിൻ്റെ കാര്യങ്ങളായിരിക്കും ഞാൻ വീഡിയോയിൽ കൂടുതൽ കാണുന്നത്. എവിടെയെങ്കിലുമൊക്കെ മിറാക്കിൾ സംഭവിച്ച കാര്യങ്ങളും അങ്ങനത്തെയൊക്കെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് മെജുഗോറി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് അമ്മ പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ മിഷണറീസിൻ്റെ അടുത്ത് ഇപ്പോഴും അമ്മ ഒരു വർഷത്തിലൊരിക്കൽ പ്രത്യക്ഷപ്പെട്ട ഓരോ കാര്യങ്ങൾ പറയും, ലോകത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളും പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളുമൊക്കെ. അപ്പോൾ അതിൽ മിഷണറിയുടെ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതിൽ അവർ പറഞ്ഞത് മാതാവ് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ദൈവസ്നേഹം ഇല്ലാത്ത മക്കളെ ഓർത്തിട്ടാണെന്നാണ്. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ എന്നാണോ ആ വീഡിയോ കണ്ടത് അന്ന് തൊട്ട് ഇന്ന് വരെയും ഡെയിലി ബ്രെഡിലായിക്കൊള്ളട്ടെ, സന്ധ്യാപ്രാർത്ഥനയിലായിക്കൊള്ളട്ടെ, ധ്യാനത്തിലായിക്കൊള്ളട്ടെ, ഞാൻ ദൈവസ്നേഹം ഇല്ലാതെ അലയുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയിട്ടും, പിന്നെ കൃപാസനത്തിൽ കല്ലെറിയാൻ നിൽക്കുന്ന മക്കളും ഉണ്ടല്ലോ, അറിയാതെ ഇരിക്കും അവരിത് ചെയ്യുന്നത്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞാനിങ്ങനെ ഫസ്റ്റ് ഉടമ്പടി എടുത്ത് ഒരു 2ാമത്തെ മാസം കഴിഞ്ഞപ്പോൾ ഒരു ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വലത്തെ കാലിലൊരു മുഴ കണ്ടു. അപ്പോൾ മുഴ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. ഹോസ്പിറ്റലൊന്നും പോകാൻ തോന്നിയില്ല, പാദത്തിലാണ്. കാരണം എനിക്ക് പേടിയായതുകൊണ്ട് ഹോസ്പിറ്റലൊന്നും പോയില്ല. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന 3 വട്ടം രാത്രി ചൊല്ലിയിട്ട് നമുക്ക് തൈലം പൂശി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തിരിയും കത്തിച്ച് വെച്ചിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. അതായത് ആ കാശുരൂപത്തിൻ്റെ ഒപ്പം നമുക്കൊരു ചെറിയൊരു പ്രാർത്ഥന കിട്ടും, അതാണ് ചൊല്ലുന്നത്. വിശ്വാസ പ്രമാണം ചൊല്ലും, പിന്നെ സ്വർഗസ്ഥനായി നന്മ പറഞ്ഞ മറിയം, അങ്ങനെ 3 വട്ടം ചൊല്ലി തൈലം പൂശുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നോക്കുമ്പോൾ കുറച്ച് മാസങ്ങൾക്ക് ശേഷം എൻ്റെ ഇടത്തെ കാലിലും ഒരു മുഴ, പാദത്തിൻ്റെ അവിടെ തന്നെ. പക്ഷെ മറ്റതുപോലെയല്ല, ഇത് കുറച്ചും കൂടെ കാണുന്ന രീതിയിലുള്ള മുഴയാണ്. അപ്പോൾ ഒരു തടിപ്പ് പോലെയാണത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായി, ഹോസ്പിറ്റലിൽ പോകാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞു, ഒക്ടോബറിൽ ജപമാല റാലി ഉണ്ടല്ലോ അമ്മേ, ഞാനപ്പോൾ ആ റാലി പങ്കെടുത്തതിന് ശേഷം ഞാൻ ഈ തൈലം പൂശി പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അത് കൂടിക്കഴിയുമ്പോൾ എൻ്റെ ഇത് മാറണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ റാലി കൂടി. പക്ഷേ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ മോള് കൂടെ ഉണ്ടായിരുന്നു, അവൾ ഒട്ടും നടന്നില്ല, 5 വയസ്സുണ്ട്. നടക്കാത്തതുകൊണ്ട് ഇവളെ എടുത്ത് നടന്നുകൊണ്ട് ഞാൻ പകുതി ദൂരം പോയിട്ട് തിരിച്ചു വന്നു. ഞാൻ അവശയായിരുന്നു, ഹോസ്പിറ്റലിലൊക്കെ കയറേണ്ടി വന്നു. അങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, 2ാമത്തെ ദിവസം പിറ്റേ ദിവസം ഞാൻ രാത്രി തൈലം പൂശാൻ വേണ്ടി നോക്കുമ്പോൾ, പ്രാർത്ഥിച്ചിട്ട് തൈലം പൂശാൻ വേണ്ടി നോക്കുമ്പോൾ എൻ്റെ ലെഫ്റ്റ്, ഞാൻ ഏറ്റവും ഭയപ്പെട്ട ഏത് മുഴയാണോ അത് അമ്മ മാറ്റി തന്നു. മറ്റത് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഈ വർഷത്തെയും കൂടെ ജപമാല റാലിയിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ അതെനിക്ക് എൻ്റെ പോകും എന്നാണ്. അതാണ് ഒരു കാര്യം. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കലി ഹാൻഡിക്യാപ്ഡും പിന്നെ മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള ഒരു വിമല ഹൃദയം എന്ന് പറഞ്ഞൊരു ഓർഫനേജ് ഉണ്ട് മട്ടാഞ്ചേരിയിൽ. അവിടെ പോകാറുണ്ട്. അവിടെ പോയിട്ട് ആ മക്കൾക്ക് വേണ്ട പാഡ്, സാനിറ്ററി പാഡ്, പിന്നെ അതുപോലെ തന്നെ ഡയപ്പർ, അങ്ങനത്തെയൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ പൈസയായിട്ട് സഹായം ചെയ്യാറുണ്ട്. പിന്നെ ആരെങ്കിലുമൊക്കെ നമുക്കിങ്ങനെ വഴിയോരത്തിരിക്കുന്ന കാണുന്നവരെയൊക്കെ സഹായിക്കാറുണ്ട്. പൈസ കൈ നീട്ടുന്നവരോട് അവർക്ക് മാക്സിമം കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ പൊതിച്ചോറ് വിതരണം ചെയ്യാറുണ്ട്. അത് ഞാനിപ്പോൾ കുറച്ചായിട്ടുള്ളൂ അത് ചെയ്യാൻ തുടങ്ങിയിട്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രം ഇവിടെ നിന്ന് വാങ്ങിച്ച ആദ്യം പള്ളികളിലായിരുന്നു. പിന്നെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പള്ളികളിലല്ലാതെ റോഡിലൂടെ നടന്ന്, എനിക്ക് ബ്രേക്ക് ഇടുന്ന ടൈമിൽ ഞാൻ റോഡിലൂടെ നടന്ന് ആ പത്രം തീരുന്ന എവിടെയാണോ അവിടെ വെച്ച് ഞാൻ തിരിച്ചു പോരും. അങ്ങനെയാണ്. പിന്നെ പള്ളി ഇരിക്കുന്ന പത്രങ്ങളും ഞാൻ ഒരിക്കലും അവിടെ ഇട്ടിട്ട് പോരാറില്ല, അതെടുത്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ അഖണ്ഡ ജപമാല റാലി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞില്ലേ, പക്ഷേ അതിൻ്റെ ബാക്കി ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന്, ഫൈനാൻസ് ഹോളിൽ നിന്ന് ഞാൻ വല്ലാർപാടം വരെ നടന്ന് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചു. അതെനിക്കറിയില്ല എത്രത്തോളം ആയി എന്ന്. പക്ഷെ ആ നടക്കുന്ന വഴിയിൽ എനിക്ക് ഒരു തുണ്ട് മഞ്ഞ കളറിലായിട്ട് കൃപാസന പത്രം കിട്ടി. അങ്ങനെയാണ് ഞാൻ എല്ലാം ഇങ്ങനെ ഒരു തുണ്ടായിട്ട് കിട്ടുന്ന പേപ്പർ പോലും കൃപാസനത്തിൻ്റെയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മേനെ വഴിയിൽ ഇട്ടിട്ട് പോകുന്ന കൂട്ട് എനിക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് അഴുക്കും ഉമിനീരും ഒക്കെ പറ്റിപ്പിടിച്ച പത്രങ്ങളും പേജുകളും ഒക്കെ എനിക്ക് കിട്ടാറുണ്ട് വഴിയോരത്ത്. അതെല്ലാം ഞാൻ എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ സൂക്ഷിക്കാറുണ്ട്. അതുപോലെ തന്നെ വേറെ സ്ഥലത്ത് കിടക്കുന്ന പത്രങ്ങളാണെങ്കിലും ഞാൻ അത് മാക്സിമം നടന്ന് കൊടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ
തോന്നും. ചിലപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടുന്ന പത്രം ഇടപ്പള്ളിയിൽ നിന്ന് തോന്നുമ്പോൾ ഞാൻ ഇടപ്പള്ളി പള്ളിയിൽ ഇറങ്ങി പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് നടന്ന് അത് കൊടുത്തിട്ട് പോരും. ഒരു വട്ടം എനിക്ക് കലൂരിൽ നിന്നാണെന്ന് എൻ്റെ മനസ്സിൽ വന്നത്. അപ്പോൾ കലൂരിൽ ഇറങ്ങി ആ പള്ളിയിൽ പ്രാർത്ഥിച്ച് അവിടെ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല. ആ പത്രം ഞാൻ തിരിച്ച് നടന്ന് റോട്ടിൽ അത് കൊടുത്ത് തീർത്തിട്ട് ഞാൻ വീട്ടിലേക്ക് പോരാറുള്ളൂ. പിന്നെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ പോയി പിന്നെ എനിക്ക് ഒരു ഒറ്റപ്പെടൽ പോലെ അടുത്ത് നമ്മുടെ കൂടെ ചേച്ചിയും അമ്മയും എല്ലാവരും ഉണ്ടെങ്കിലും എനിക്ക് എപ്പോഴും ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ അമ്മയുടെ അടുത്ത് വന്നതിന് ശേഷം എനിക്ക് ഒരാൾ എൻ്റെ കൂടെ ഉള്ള കൂട്ട് തന്നെയാണ്. അമ്മയുടെ അടുത്തും ഈശോയും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണ വല്ലാത്തൊരു പ്രൊട്ടക്ഷനാണ്. അങ്ങനെ ദേഷ്യം, എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ഒരാളായിരുന്നു. പക്ഷേ ഞാൻ പുറത്തൊന്നും അത് കാണിക്കില്ല, വീട്ടിലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അതിപ്പോൾ ഒരുപാട് കുറഞ്ഞു, എന്നാലും കുറയാനുണ്ട്, കുറച്ചും കൂടെയൊക്കെ കുറയാനുണ്ട്. പിന്നെ അത്രയൊക്കെ ജപമാല രാവിലെ ഡെയിലി ബ്രെഡ് കൂടും. സന്ധ്യാപ്രാർത്ഥന ഞാൻ സന്ധ്യയ്ക്കല്ല ചൊല്ലുന്നത്, ഞാൻ സമാധാനമായിട്ട് രാത്രിയാണ് ചൊല്ലുന്നത്. ജപമാല എല്ലാ ദിവസവും ചൊല്ലും. ജപമാല നിയോഗങ്ങൾ ഓരോ ദിവ്യരഹസ്യത്തിനും എൻ്റെ മനസ്സിൽ വന്ന നിയോഗങ്ങൾ സമർപ്പിച്ചാണ് ചൊല്ലണത്. ആദ്യത്തെ നിയോഗം ഞാൻ എപ്പോഴും ജോസഫ് അച്ഛൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സിനും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും എല്ലാവർക്കും വേണ്ടി സമർപ്പിച്ചിട്ടാണ് ഞാനൊരു ജപമാല തുടങ്ങാറുള്ളൂ. പിന്നെ ഉള്ളത് എല്ലാം എൻ്റെ മനസ്സിൽ തോന്നണ ആരാണോ അപ്പം ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ജപമാല പിന്നെ ബൈബിൾ വായന ആദ്യമൊക്കെ അരമണിക്കൂർ ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നിക്കും ഞാൻ ചെയ്യുന്ന ശരിയല്ല, ഇത് റെക്ടിഫൈ ചെയ്യാനുണ്ടെന്ന് തോന്നും. അങ്ങനെ ഞാൻ ബൈബിൾ ഇപ്പോൾ അരമണിക്കൂർ കൃത്യമായിട്ട് വായിക്കും. പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള വചനങ്ങൾ അതെല്ലാ ദിവസവും ആ വചനങ്ങൾ ഒരു 5 വചനങ്ങളുണ്ട്, അതെല്ലാ ദിവസവും എഴുതിയിട്ടേ ഞാൻ കിടക്കാറുള്ളൂ. എനിക്കൊരു കുറ്റബോധമാണ് ഇത് ചെയ്യാതെ കിടന്നാൽ. അതുകൊണ്ട് മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിക്കും. പിന്നെ ചില 1-2 ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും ഒന്ന് മുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ പ്രാർത്ഥന ഒരിക്കലും മുടങ്ങാറില്ല, ധ്യാനവും കൂടെ. അപ്പോൾ എല്ലാം തന്നെ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. സങ്കീർത്തനം 50:15 വചനമാണ്. പരിശുദ്ധ അമ്മ ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ഈ പുണ്യഭൂമിയിൽ പ്രത്യക്ഷമായത്. അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ 7 എന്ന അക്കം വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മകൾക്ക് ഒരു ഒരു കൺഫേമായി ഇത് അമ്മയുടെ സാന്നിധ്യമുണ്ട്, ഇതെനിക്ക് അമ്മ തന്നെ തന്ന ഒരു സെലക്ഷനാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചതും പിന്നീട് ആ വീട് തന്നെ ആ കൺസ്ട്രക്റ്റഡ് ബിൽഡിംഗ് ഇറ്റ് സെൽഫ് അമ്മയുടെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു. കാരണം ഗ്രേ കളറിലും ലൈറ്റ് ബ്ലൂ കളറും ലൈറ്റ് ഗ്രീൻ കളറും ഒക്കെ ആയിരുന്നു ഇൻസൈഡ്. അപ്പോൾ ഇതെല്ലാം കൂടി ആയപ്പോൾ നമ്മൾക്ക് കൺഫേം ആയി ഇത് അമ്മയുടെ സാന്നിധ്യമുണ്ട് എന്ന്. ഉടമ്പടി മക്കൾ എപ്പോഴും ആഗ്രഹിക്കുന്നതും നോക്കുന്നതും ആ സെർച്ച് ചെയ്യുന്നതൊക്കെ അമ്മയുടെ സാന്നിധ്യമാണ്. അമ്മ തന്നതാണോ, അമ്മയുടെ ഹിതമാണോ, അതോ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് മേടിക്കുന്നതാണോ എന്നറിയാനായിട്ടുള്ളത്. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സ്വന്തം അമ്മയോട് ചോദിക്കുന്ന പോലെ തന്നെയാണ് കൃപാസനം അമ്മ നമ്മയോട് ചേർന്ന് നിന്ന് കാണിച്ചു തരികയാണ്. അതേ മോളെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള അമ്മയുടെ ആ സാന്നിധ്യം. ഈ മോള് പറയുകയുണ്ടായി, ഞാൻ വഴിയിൽ പത്രങ്ങൾ കൊടുക്കുന്ന നടന്ന് വഴിയിൽ ആൾക്കാരോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൊടുക്കാറുള്ളത്. ഒരു ചെറിയ തുണ്ട് സാക്ഷ്യ പേപ്പർ, അതായത് കൃപാസന പേപ്പർ കണ്ടാൽ പോലും ഞാനത് എടുത്തു നോക്കും. കാരണം അമ്മയെ വഴിയിട്ടിട്ട് പോകില്ല എന്നാണ്. അതാണ് ആ മകളുടെ സ്നേഹം. പരിശുദ്ധ അമ്മയോടും ഉള്ള ബഹുമാനവും സ്നേഹവും ഒക്കെ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിനെ മഹത്വപ്പെടുത്താൻ മാത്രമല്ല, ആ വഴിയെ കിടക്കുന്ന ഒരു പത്രപേപ്പറും പല പള്ളികളിലും ചെല്ലുമ്പോഴും പത്രപേപ്പർ നമ്മളൊരു ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ എവിടെയൊക്കെയോ വെച്ചിട്ട് പോകും. പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള കൊച്ചുമക്കൾ, അക്രൈസ്തവയായ ഈ മകള് ഓരോ പള്ളികളിൽ ചെല്ലുമ്പോഴും ആ പള്ളിയിൽ ഇരിക്കുന്ന ആ കൃപാസനം പത്രം എടുത്ത് വഴിസൈഡിൽ കൊണ്ടുപോയിട്ട് അറിയാത്തവരെ അറിയിക്കുമെന്നാണ് ഈ മകൾ പറഞ്ഞ സാക്ഷ്യത്തിൽ. ആ ആഗ്രഹമാണ് കൃപാസനത്തിൻ്റെ അമ്മയെപ്പറ്റി അറിഞ്ഞ നാൾ മുതൽ. ആദ്യമൊക്കെ ഇച്ചിരി പുറകോട്ടായിരുന്നു, പക്ഷെങ്കിൽ അറിഞ്ഞപ്പോൾ വളരെ തീഷ്ണതയോടുകൂടിയാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്. ഒരു തുണ്ട് പേപ്പർ പോലും കിട്ടിയാൽ അതെടുക്കുമെന്നാണ്. കാരണം അമ്മയെ വഴിയെ ഇട്ടിട്ട് പോകില്ല എന്ന ആ വാക്കാണ് രമ്യ ഇവിടെ പറയുന്നത്. പിന്നീട് പറഞ്ഞത് അമ്മ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, ദൈവസ്നേഹമില്ലാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന്. അതും ഒരു മിഷൻ പോലെയാണ്. ദൈവസ്നേഹമില്ലാത്ത മക്കൾ അത് ആരായിരിക്കാം? ഒരു പക്ഷേ നമ്മ ഓരോരുത്തരുമായിരിക്കാം. ഓരോരുത്തരും ഒരു വലിയൊരു ഡ്യൂട്ടി ആയിട്ട് തന്നെയാണ് രമ്യ അത് എടുത്തിരിക്കുന്നത്. ഉടമ്പടിയുടെ ഭാഗമായിട്ട് പത്രം എടുക്കുകയും പള്ളികളിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ സ്നേഹമില്ലാതെ ഇട്ടിട്ട് പോകുന്ന പത്രം എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുകയും അത് കൊണ്ടുപോയി സ്വന്തം കൈകൊണ്ട് എടുക്കുകയും തുപ്പിയതായാലും ചവിട്ടിയതായാലും അത് പിക്കപ്പ് ചെയ്യാനായിട്ടുള്ള ആ സ്നേഹം, അമ്മയോടുള്ള ആ സ്നേഹം, അതും വളരെ പ്രാധാന്യമാണ്. കാരണം എന്ന് വെച്ചാൽ രമ്യ ഒരു ക്രൈസ്തവ മകളാണ്. ആ മകൾക്ക് അമ്മയോടുള്ള സ്നേഹവും ബഹുമാനവുമാണ്. സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ആ സ്നേഹം മറ്റുള്ളവരെ അറിയിക്കുവാനുള്ള, അറിയാത്തവരെ അറിയിക്കാനുള്ള ആ തീഷ്ണത.
ഈശോയോടും അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്കിതൊക്കെ ചെയ്യുവാൻ സാധിക്കുക. നമ്മുടെ ജീവിതത്തിലും അനർത്ഥകാലത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മെ മോചിപ്പിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹം അടുത്തറിയുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നീ എന്നെ മഹത്വപ്പെടുത്തുമെന്നുള്ള സങ്കീർത്തനം 50:15 എന്ന വചനം നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഓരോ അവസരവും പാഴാക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് മാറ്റുവാനും ഈശോയും അമ്മയെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ടും രമ്യയ്ക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ചും ഈ മോള് പറഞ്ഞത് സുഗന്ധാഭിഷേകത്തെ പറ്റി പറഞ്ഞിരുന്നു, സഞ്ചാരി മാതാവിനെ പറ്റിയും ഒക്കെ അനുഭവം ഉണ്ടായി. ഇതൊക്കെ പറ്റുന്നത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. തിരിയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കി കൊടുക്കുന്നത് സുഗന്ധാഭിഷേകത്തിലൊക്കെ ഈശ്വരൻ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു വലിയ കൃപയാണ്. ആ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളിൽ നൽകിയ ഈശോയ്ക്കും അമ്മയ്ക്കും നമ്മൾക്ക് കരങ്ങളടി പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിനോർത്ത് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സിമ്മി ആൻ്റണി. കാട്ടിപ്പറമ്പ് സെൻറ്റ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിൽ നിന്നും വരുന്നു. 23/2/22 ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാൻ ഈ പറയുന്നത്. 13 പ്രാവശ്യം ഞാൻ പുതുക്കി. അതിൽ രണ്ടാമതായിട്ട് സാക്ഷ്യം പറയുകയാണ്. 12 അനുഗ്രഹങ്ങളോളം എനിക്ക് കിട്ടിക്കഴിഞ്ഞ്. ഇതിൽ ആദ്യത്തെ സാക്ഷ്യം ഇന്നത്തെ എൻ്റെ സ്ഥലത്തിൻ്റെ ഭൂമി തരം മാറ്റം കിട്ടുന്നില്ലായിരുന്നു. 1.5 വർഷമായിട്ട് അതിനായിട്ട് എൻ്റെ ഹസ്ബൻഡ് നടന്നു. മതിയായതിന് ശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ അതിൽ വെച്ചു തരം മാറ്റത്തിനായിട്ട് ഇതിൽ വെച്ചതിന് ശേഷം എന്നെയും കൂട്ടിയാണ് പിന്നെ താലൂക്ക് ഓഫീസിൽ പോയത്. അന്ന് ഞാൻ നേർച്ച വസ്തുക്കളായ അമ്മയുടെ ഈ കാശ് രൂപവും ഉപ്പും കൊണ്ടുപോയിട്ടുണ്ടായി എൻ്റെ കയ്യിൽ. ഞാൻ അന്നേരം അവിടെ ചെന്നപ്പോൾ ഞാൻ അവിടെ പ്രാർത്ഥിക്കുകയും കാശ് രൂപം പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ ഫയൽ അപ്പം തന്നെ എടുക്കുകയും ഒരു മാസത്തിനുള്ളിൽ എൻ്റെ ഭൂമി തരമാറ്റത്തിൻ്റെ അപ്രൂവലാകുകയും ചെയ്തു. ഇതിന് ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. രണ്ടാമത്തെ സാക്ഷ്യം, ഞാൻ കൊച്ചി രൂപതയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് 18 മാസമായിട്ട് ഒരു മെത്രാനില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ കൃപാസനം അഖണ്ഡ ജപമാല തുടങ്ങുവാനിടയായി. അത് ലീഡ് ചെയ്തിരുന്നത് ഞാനാണ്. ഇവിടുത്തെ 10 പേരുൾപ്പെടെയാണ് ഞങ്ങൾ അഖണ്ഡ ജപമാല തുടങ്ങിയത്. ഇവിടെ ഉടമ്പടി എടുത്ത 10 പേരുൾപ്പെടെയായിരുന്നു ഞങ്ങൾ അഖണ്ഡ ജപമാല തുടങ്ങിയത്. അതിലെ അച്ഛൻ പറഞ്ഞ്, നിങ്ങൾക്ക് നിയോഗങ്ങൾ വല്ലതും വെച്ചാണോ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ എന്തെങ്കിലും നിയോഗം ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞ്, ഇടവകയിലെ മുഴുവൻ അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മളുടെ രൂപതയ്ക്ക് ഒരു മെത്രാനെ കിട്ടാനും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അഖണ്ഡ ജപമാലയിൽ 28 ജൂൺ 2025 അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠ തിരുനാളിൻ്റെ അന്നാണ് തുടങ്ങിയത്. അന്ന് തൊട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ സെപ്റ്റംബർ 3 ഇവിടെ പുതുക്കാൻ വന്നപ്പോഴേക്കും ഞാൻ ആദ്യം വെച്ചത് മെത്രാന് വേണ്ടി ഞങ്ങൾക്ക് കൊച്ചി രൂപതയ്ക്ക് ഒരു മെത്രാനെ തരണേ എന്നാണ് പ്രാർത്ഥിച്ചത്. ഇവിടെ ഉടമ്പടിയിൽ വെച്ചതിന് ശേഷം ഞാൻ ഒക്ടോബർ മാസം ജപമാല റാലിയിൽ ചെരുപ്പിടാതെയാണ് വന്ന് ആ ജപമാല റാലിയിൽ പങ്കുകൊണ്ട് പ്രാർത്ഥിച്ചത്. ജപമാല റാലി കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഓൺലൈനായിട്ട് വന്ന് കൊച്ചി രൂപതയ്ക്ക് മെത്രാനെ കിട്ടി. ആൻ്റണി കാട്ടിപ്പറമ്പിൽ പിതാവിനെ പ്രഖ്യാപിച്ചതായിട്ട് ഞാൻ ആ അഖണ്ഡ ജപമാല പങ്കെടുത്ത് ഞങ്ങൾ ബസ്സിലേക്ക് തിരിച്ചു കയറുന്നതിന് മുമ്പായിട്ട് അതറിയാൻ സാധിച്ചു. മൂന്നാമതായി, എനിക്ക് 18 വർഷമായി അലർജി രോഗമുണ്ടായിരുന്നു. ഈ അഖണ്ഡ ജപമാലയിൽ 2025 അഖണ്ഡ ജപമാല കഴിഞ്ഞ് ഞാൻ ഇതിൽ ഉടമ്പടിയിൽ വെച്ചിട്ടൊന്നും മാറുന്നില്ലായിരുന്നു. 2025 അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്തു കഴിഞ്ഞ് ഞാൻ തന്നെ ഓർത്ത് ഇനി മരുന്ന് കഴിക്കണ്ടെന്ന്. അത്രയും മരുന്ന് ഞാൻ ഈ 18 കൊല്ലമായിട്ട് കഴിച്ചു. ഇംഗ്ലീഷ് കഴിച്ചു,
ഹോമിയോ കഴിച്ചു, ആയുർവേദം കഴിച്ചു, എല്ലാം കൊണ്ട് എനിക്ക് മതിയായി. ഞാൻ അങ്ങനെ മരുന്ന് ഞാൻ തന്നെ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഈ ആൾക്കാരിൽ നിൽക്കണ വരെ ഞാൻ മരുന്ന് കഴിച്ചില്ല. അതെങ്ങനെ മാറിയെന്ന് തന്നെ എനിക്ക് തന്നെ അറിയാൻ പാടില്ല. രാവിലെ എഴുന്നേറ്റ തൊട്ട് വൈകുന്നേരം ആകണ വരെ കണ്ണ് ചൊറിച്ചിലും മൂക്ക് ചൊറിച്ചിലും മൂക്കിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചുകൊണ്ടേയിരിക്കും. അതെൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. ഞാനും കൂടി അറിയാതെ അലർജി രോഗം മാറ്റിത്തന്നതിനും അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. 4ാമത്തെ സാക്ഷ്യം എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ ചേച്ചിക്ക് വലിയൊരു രോഗസൗഖ്യം കിട്ടിയതിനായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഡിസംബർ 5-ാം തീയതി 1-ാം വെള്ളിയാഴ്ച അന്ന് ചേച്ചിക്ക് ഒരു അറ്റാക്ക് വരികയുണ്ടായി. ഞാൻ വീട്ടിലായിരുന്നു. അപ്പോൾ മകള് പറഞ്ഞു, മമ്മിക്ക് രാവിലെ ആൻറ്റി ഒരു പള്ളിയിൽ നിന്ന് വന്നപ്പോൾ കുർബാനയ്ക്ക് പോയിരുന്നതാണ് ചേച്ചിയും മോളും കൂടി. ആ പള്ളിയിൽ വെച്ച് ഒരു വേദന വന്ന് നേരെ ഹോസ്പിറ്റലിലോട്ടാണ് ചേച്ചിയെ കൊണ്ടുപോയത്. അവർ ECG ഒക്കെ എടുത്തെങ്കിലും അതിൽ വേരിയേഷനൊന്നും കാണിച്ചില്ല. അപ്പോൾ മോള് മരുന്നൊക്കെ വാങ്ങിച്ച് ഗ്യാസിൻ്റെ ആയിരിക്കും എന്നോർത്ത് മരുന്നൊക്കെ വാങ്ങിച്ച് മൂത്ത ചേച്ചിയെ ഏൽപ്പിച്ചു കൊണ്ട് മോള് ജോലിക്ക് പോവുകയും ചെയ്തു. അപ്പോൾ പോകുന്ന വഴി അവൾ എന്നെ വിളിച്ച് പറഞ്ഞു, ആൻറ്റി മമ്മിക്ക് നല്ല സുഖമില്ല, നെഞ്ചുവേദനയാണ്, ആൻറ്റി പറ്റുമല്ലോ ഒന്ന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, മരുന്ന് വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാലും എന്തോ എനിക്ക് പിന്നെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു വീട്ടിൽ. ഞാൻ മോനെയും കൂട്ടി ഉടനെ ചേച്ചിയുടെ അടുത്ത് ചെന്നപ്പോൾ ചേച്ചിക്ക് കിടക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണം ഞാൻ കണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു, അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഒന്നും കൂടി പോകാം, വേറെ ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുപോയി ഞാൻ ചെക്കപ്പ് ചെയ്തപ്പോഴേക്കും പറഞ്ഞ് ECG ഒക്കെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ ECG എടുത്തിട്ട് 2 മണിക്കൂർ ആയല്ലോ, അമ്മ പറയണമെന്ന് കേട്ടിട്ട് അമ്മയ്ക്ക് അറ്റാക്കിൻ്റെ ലക്ഷണമാണ് ഞാൻ കാണുന്നതെന്ന് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഞാൻ ചേച്ചി അപ്പോൾ ഡോക്ടർ പറഞ്ഞ് 2ാമതൊരു ECGയും കൂടി എടുക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, എന്നാൽ എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 2ാമത് ECG എടുത്തതിൽ ചേച്ചിക്ക് ഭയങ്കര വേരിയേഷൻ കാണിക്കുന്നുണ്ടായി. വലിയൊരു അറ്റാക്കാണ് വന്നേക്കണത്. എത്രയും പെട്ടെന്ന് എല്ലാ സജ്ജീകരണങ്ങളുമുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ചേച്ചിയെ മാറ്റണമെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ മോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോളിനെ വിളിച്ച് ഞാൻ, മോളെ ഇങ്ങനെയാണ് ഡോക്ടർ പറയണ, എന്ത് ചെയ്യണമെന്ന് വെച്ച്. അപ്പോൾ അവൾ പറഞ്ഞ് എറണാകുളത്ത് ഇട്ട് കൊണ്ടുപോയി ആൻറ്റി എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ തന്നെ അവർ ആംബുലൻസ് റെഡിയാക്കി ചേച്ചിനെ കിടത്തിയാണ് കൊണ്ടുപോയത്. കൊണ്ടുപോയി അവിടെ എത്തിയപ്പോഴേക്കും അവർ പ്രൊസീജിയർ ചെയ്യാനായിട്ട് ചേച്ചിനെ ICUയിലോട്ട് കയറ്റി, CCU യൂണിറ്റിലോട്ടാണ് കയറ്റിയത്. പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ പുറത്ത് നിൽക്കൂ, ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും മോളും കൊന്ത ചൊല്ലിക്കൊണ്ട് പുറത്ത് നിന്നേച്ച്. അപ്പോഴേക്കും ഡോക്ടർ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നേഴ്സ് വന്ന് മോളെ താഴേട്ട് വിളിച്ചിട്ട് അവൾ ബില്ലടക്കാൻ വേണ്ടി താഴേക്ക് പോയി. ആ നേരത്തിന് നേഴ്സ് പറഞ്ഞ് പ്രൊസീജിയർ കഴിഞ്ഞ് ഡോക്ടർ വിളിക്കണുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മോള് താഴേട്ട് പോയേക്കണേന്ന്, അവളെ ഒന്ന് വിളിച്ചേക്കട്ടെ എന്ന് പറഞ്ഞു. അവളെ വിളിക്കണ നേരം കൊണ്ട് 1 മിനിറ്റ് കൊണ്ട് പിന്നെ ICUയിലോട്ട് ഡോക്ടേഴ്സ് എല്ലാം ഓടിക്കാറിന്, നേഴ്സസ് ഓടിക്കാറിന്, CPR കൊണ്ടുപോണ്. ഇതൊക്കെയാണ് ഞാൻ പിന്നെ കാണുന്നത്. അപ്പോൾ മോളും എത്തി. മോള് പറഞ്ഞു, ആൻറ്റി മമ്മി അടക്കണ റൂമിലേക്കാണോ കൊണ്ടുപോകണേന്ന് വെച്ച്. ഞാൻ പറഞ്ഞു, ഇല്ല മോനെ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് മനസ്സിലായി ചേച്ചി അടക്കണ റൂമിലേട്ടാണ് ഇതെല്ലാം കൊണ്ടുപോകണേന്ന്. എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ നേഴ്സ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളെ കാണാമെന്നല്ല ഡോക്ടർ പറഞ്ഞാൽ എന്തായെന്ന് പറഞ്ഞു. 1 മിനിറ്റ് വെച്ച് ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ നിന്ന് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വിളിച്ചപ്പോൾ പറഞ്ഞ് പ്രൊസീജിയർ കഴിഞ്ഞ ഉടനെ ചേച്ചിക്ക് ഹൃദയം തെറ്റിയുള്ള അറ്റാക്ക് വന്നു. അത് മരണാവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ശ്വാസം എല്ലാം പോയി. CPR ഹോസ്പിറ്റലിലും അവർ CPR കൊടുത്തതിൻ്റെ ഫലമായിട്ടും ചേച്ചി ആകെ അബോധാവസ്ഥയിലാണെങ്കിലും ചേച്ചി മരണത്തിലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ചേച്ചി പറയണത്, ഞാൻ നമ്മുടെ മരിച്ചുപോയ അപ്പച്ചനെയും അമ്മച്ചിനെയും കൂടി കണ്ട് വാ മോളെ പോകാമെന്നും പറഞ്ഞ് അപ്പിച്ച് നിൽക്കണമായിട്ട് കണ്ടെന്നാണ് ചേച്ചി പറയുന്നത്. അപ്പോൾ ചേച്ചി കണ്ണീരോട് പറഞ്ഞു, ഒരു മോളേ ഉള്ളു. അപ്പം മോളും കുഞ്ഞും എന്ത് ചെയ്യും എന്ന് ചോദിച്ച്. അപ്പോൾ വേദന അമ്മച്ചി പറഞ്ഞ് വാ നമുക്ക് പോകാം എന്നും പറഞ്ഞ് അമ്മ തിരികെ കൊണ്ടുപോയെന്നാണ് ചേച്ചി പറയുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് വെൻറ്റിലേറ്ററിലായി. അപ്പം തന്നെ ചേച്ചി വേഗം ICUയിലോട്ട് ചേച്ചിനെ
ഒരു മരിച്ച അവസ്ഥയായിരുന്നു. അങ്ങനെ അന്ന് ഞാൻ സന്ധ്യ വരെയും ഞാൻ ഹോസ്പിറ്റലിൽ നിന്നു. ഞാൻ ഉടമ്പടി വസ്തുക്കളൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ പിറ്റേന്ന് നമ്മുടെ ഡിസംബർ 7-ാം തീയതി മെത്രാഭിഷേകം ആയതുകൊണ്ട് ഇടവകയിൽ അച്ഛൻ പറഞ്ഞു, മോളെ നമുക്ക് അഖണ്ഡ ജപമാല ചൊല്ലണം, നീ ഇവിടെ ഉണ്ടാവൂലെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛനോട് നിരാശപ്പെടുത്തണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ അച്ഛനോട് പറഞ്ഞു ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് 6-ാം തീയതി പിറ്റേ ദിവസം ഒരു ചേച്ചി, നേഴ്സാണ് ഒരു ചേച്ചി, അതിനെ നിർത്തിയിട്ട് ഞാൻ വീട്ടിലേക്ക് പോന്നു 5-ാം തീയതി. 6-ാം തീയതി ഞാൻ പള്ളിയിൽ അഖണ്ഡ ജപമാലക്ക് തുടക്കം കുറിച്ച് മെത്രാന് വേണ്ടിയും പ്രാർത്ഥിച്ച് ചേച്ചിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിലേക്ക് വന്ന് നേർച്ച വസ്തുക്കളായ ഉപ്പ്, ഉടമ്പടി തൈലം, തേൻ, കാശുരൂപം ഇതെല്ലാം എടുത്തുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോയപ്പോൾ നേഴ്സ് ചേച്ചി രാത്രി കയറിയപ്പോഴേക്കും ചേച്ചി പൾസ് പിടിച്ചു നോക്കിയപ്പോൾ പൾസൊന്നുമില്ല. ആള് ഭയങ്കര ബോഡിയൊക്കെ വീക്കായിട്ട് മരണത്തോട് അടുത്ത് കിടക്കണേന്ന് കാണുന്നത്. അപ്പോൾ ചേച്ചി എല്ലാവരെയും വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ ചെല്ലുമ്പോൾ വീട്ടിലെ സകലമാന ആൾക്കാരും അവിടെ ഉണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ ചേച്ചിനെ 3rd ഫ്ലോറിലാണ് കിടത്തിയേക്കണം, ICUലാണ്. അപ്പോൾ ആരെയും കയറ്റിവിടാനില്ല. അവിടെ സെക്യൂരിറ്റിമാരായ 2 വലിയ ഹൈറ്റും വെയിറ്റും ഉള്ള 2 സെക്യൂരിറ്റിമാരാണ്. ആരെയും കയറ്റല്ല, എല്ലാവരും കരഞ്ഞുകൊണ്ട് ചാപ്പലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടായി. അപ്പം എനിക്കെന്തോ ഭയങ്കര ധൈര്യമായിരുന്നു. ജോഷുവ 1:9 പറഞ്ഞ പോലെ ശക്തനും ധീരനുമായിരിക്കുക, ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ അരുത്. നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ കർത്താവായ ദൈവമുണ്ട്. ആ വചനം ഉള്ളിൽ കൈ പിടിച്ച് ശക്തമായിട്ട് എന്നെ ഞാൻ ICUയിലോട്ട് ചെന്നിട്ട് അവർ എന്നെ കയറ്റിവിടല്ല. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ചേച്ചിനെ സിസ്റ്ററിനെ കാണണം. അപ്പോൾ പറഞ്ഞ് സമയമായിട്ടില്ല, ആ സമയത്ത് കയറ്റുള്ളൂ. ഞാൻ പറഞ്ഞു എനിക്ക് കയറിയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവരോട് തർക്കിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരാൾക്കൊരു ഫോൺ വന്ന് താഴെയിട്ട് ഇറങ്ങിപ്പോയി. ഞാൻ മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ ചോദിച്ചോണ്ടിരുന്നു വെച്ചാൽ. അങ്ങനെ ഒരാൾ താഴെയിട്ട് ഇറങ്ങിപ്പോയി, ഒരാൾ ഫോൺ ചെയ്യാൻ വേണ്ടി നീങ്ങിയപ്പോൾ ഞാൻ ഓടി ICUവിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ ഡോക്ടർ വന്നു. അപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് കയറാൻ പറ്റൂലെന്ന് പറഞ്ഞ് ഡോക്ടർ റൗണ്ട്സിന് പോയി. ഞാൻ നേഴ്സിനെ വിളിച്ച് നേഴ്സിനോട് പറഞ്ഞ് എനിക്ക് കയറണം, ചേച്ചിനെ കാണണമെന്ന് പറഞ്ഞ്. അപ്പോൾ ചോദിക്കട്ടെ ഏട്ടാ എന്ന് പറഞ്ഞ് അവർ ഉള്ളിലോട്ട് പോയിട്ട് വന്നിട്ട് പറഞ്ഞ് ഹസ്ബൻഡിന് കയറാമെന്ന് പറഞ്ഞു. ചേട്ടനാണെങ്കിൽ പേടിച്ചിട്ട് കയറണില്ല. ഞാൻ പറഞ്ഞു ചേട്ടൻ ഇവിടെ നിന്നോ, ഞാൻ കയറിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ കയറി ചേച്ചിയുടെ നെറ്റിക്ക് വിശുദ്ധ തൈലം കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച്, പിന്നെ ചുറ്റിനും ഉപ്പിട്ട് പ്രാർത്ഥിച്ച്, പിന്നെ തേനും ഉപ്പും കൂടി എൻ്റെ കയ്യിലിട്ട് മിക്സാക്കി ഞാൻ വിശ്വാസ പ്രമാണം ഇത്തിരി വായലെല്ലാം വെന്റിലേറ്റർ വെച്ചേക്കണേന്, എന്നാലും ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി അത് തേച്ച് കൊടുത്തു ചേച്ചിക്ക്. അപ്പോൾ തന്നെ ചേച്ചി കണ്ണ് തുറന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ സിമ്മിന്ന് ഇങ്ങനെ പറയാനായിട്ട് ചേച്ചി ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഒന്നും മിണ്ടണ്ട, നമുക്ക് കൃപാസനത്തിൽ പോയി സാക്ഷ്യം പറയണ്ടേന്ന് വെച്ച്. അപ്പോൾ ചേച്ചി എന്ന് വലിയ വായലിൽ പറഞ്ഞു. അത് കഴിഞ്ഞ് ചേച്ചി അങ്ങോട്ട് എല്ലാം ഡൗണായി കിടന്നേച്ച് ചേച്ചിയുടെ എല്ലാം നോർമലാകാൻ തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് സിസ്റ്റർ പറഞ്ഞു മതി ഇത്രയും നേരം നിന്നല്ലേ, പുറത്തേക്ക് പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ചേച്ചിന് കണ്ണ് തുറന്ന് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് വന്ന്. അതിനുശേഷം ചേട്ടനെ കയറ്റിയപ്പോൾ അവർ ചോദിച്ചു മോളാണോ വന്ന് പോയതെന്ന് ചോദിച്ചു. അല്ല അനിയത്തിയാണെന്ന് പറഞ്ഞു. ആ ചേച്ചി പ്രാർത്ഥിച്ച് പോയ പിന്നെ ആൻറ്റിക്ക് നല്ല വ്യത്യാസം കാണുന്നുണ്ടെന്ന് നഴ്സുമാർ പറഞ്ഞു. അതിനു മുമ്പ് ഈ ചേച്ചിക്ക് ഇങ്ങനെ വരുന്നതിന് മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു. അന്ധകാര നഴിയിലെ ബീച്ചിൽ ഞാൻ പോയേക്കണേന്. കടൽ ഭയങ്കരമായിട്ട് കയറി വന്നപ്പോഴേക്കും ഞാൻ ഓടി കിഴക്കോട്ട് പോയപ്പോഴേക്കും അവിടെ നിന്ന് കടൽ കയറി വന്നി. അപ്പോൾ എന്നും എന്നെ വേളാങ്കണ്ണി കൊണ്ടുപോകണ ഈ ചേച്ചിയും ഹസ്ബൻഡും മോളും കൂടിയാണ് എന്നെ കൊണ്ടുപോകണത്. അപ്പോൾ ഈ ചേച്ചി പറഞ്ഞാണ് ചെറുതിലെ ഞാൻ അറിഞ്ഞേക്കണ കിഴക്ക് കടലുള്ള ഒരു സ്ഥലം വേളാങ്കണ്ണിയാണെന്ന്. അപ്പം അങ്ങനെ 2 കടലും കൂടി വന്നിട്ട് ഞാൻ നടുക്ക് അപകടം പോലെ പേടിച്ച് നിൽക്കണേണ്. അപ്പം ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ജോസപ്പച്ചൻ നിൽക്കണ്. ഞാൻ ജോസപ്പച്ചനോട് ചോദിച്ചു ജോസപ്പച്ച ഇതിൻ്റെ അർത്ഥം എന്താണ്? അപ്പം ജോസപ്പച്ചൻ പറഞ്ഞു അതേടി മോളെ 10 എന്ന് പറഞ്ഞു. അപ്പോൾ 10 എന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ പിറ്റേ ദിവസം പള്ളിയിൽ പോയപ്പോൾ അങ്ങനെ ഉറക്കത്തിൽ നിന്ന് പിന്നെ
അലാറം അടിക്കണേന്ന് കേൾക്കണത്. രാവിലെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടി അലാറം വെച്ചിട്ടുണ്ട്. അതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി വെളുപ്പിനെയാണ് ഞാൻ ഈ സ്വപ്നം കണ്ടേക്കണത്. അപ്പം ഞാൻ പള്ളിയിൽ പോയപ്പോൾ എൻ്റെ കൂട്ടുകാരത്തിനോട് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ട് കിഴക്ക് കടലുള്ള കാര്യം എന്നെ ശൈല ചേച്ചിയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് അറിയാതെ ഞാൻ പോയി. അത് കഴിഞ്ഞ് 2ാമത്തെ ആഴ്ചയാണ് ചേച്ചിക്ക് ഇങ്ങനെ ഒരു ഹാർട്ടിൻ്റെ പ്രശ്നം വന്നതും ഞാൻ പോണതും. അങ്ങനെ ഡോക്ടറിനോട് ഞാൻ ചോദിച്ചു, ഡോക്ടറെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, അങ്ങനത്തെ അവസ്ഥയാണ് ചേച്ചിയുടെ, ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്നാലും പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് ഈ സ്വപ്നം എൻ്റെ മനസ്സിൽ കിടക്കണതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞു 10-ാം തീയതി ചേച്ചിനെ വെൻറ്റിലേറ്ററിൽ നിന്ന് ഇറക്കി റൂമിൽ കൊണ്ടുവരുമെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ 7-ാം തീയതി ഇവിടെ അമ്മയുടെ പ്രത്യക്ഷീകരണമാണ്. എനിക്ക് മെത്രാഭിഷേകം കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ദൈവം തീരുമാനിച്ചതല്ലേ നടക്കുകയുള്ളൂ. ഞാൻ കൃപാസനത്തിലേക്ക് പോന്നു. എൻ്റെ ചേച്ചിയുടെ അവസ്ഥ അങ്ങനെയുണ്ട്. ഞാൻ കൃപാസനത്തിലേക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണം ആ ദിവസത്തിൽ ഇങ്ങോട്ട് പോന്നു. ഒറ്റക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് അമ്മയെ മൊത്തി ഇറങ്ങുമ്പോൾ മണി 8:30. ഒറ്റക്ക് എനിക്ക് കാട്ടിപ്പറമ്പിൽ എത്തണം. ഞാൻ ചോദിച്ചു, അമ്മേ ഞാൻ എങ്ങനെ എൻ്റെ വീട്ടിലെത്തും അമ്മയെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ ഭയങ്കര ഒരു മുല്ലപ്പൂ സുഗന്ധമാണ് എനിക്ക് തന്നത്. ഞാനുണ്ട് നിൻ്റെ കൂടെ എന്നുള്ള സന്ദേശമാണ് അതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇവിടെ നിന്ന് വണ്ടി കയറി അരൂര് വരെയും വണ്ടിയുള്ളു, പിന്നെ അങ്ങോട്ട് വണ്ടിയില്ല. അങ്ങനെ കുറേ പേര് അവിടെ ഇറങ്ങി. ഒരു പ്രൈവറ്റ് ബസ് തിരിച്ച് വന്ന് അതിൽ ഞങ്ങൾ ചോദിച്ചു ഒന്ന് കയറ്റുവാ, ഞങ്ങൾക്ക് കൊച്ചിയിലേക്ക് പോകാനായിട്ടാന്ന് പറഞ്ഞ് ഞങ്ങൾ അതിൽ കയറ്റി പാമ്പായി മൂല സെൻറ്റ് മേരീസ് പള്ളിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇറങ്ങി. ആ പള്ളിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഒരു അമ്മയും മോളും എന്നോട് പറഞ്ഞ് ചേച്ചി എല്ലാവരും കിട്ടിയ ഓട്ടോറിക്ഷയിലും എല്ലാവരും പോയി. ഞാൻ ചുറ്റിനും തിരിഞ്ഞു നോക്കണേ, ദൈവമേ ഈ രാത്രി 10 മണിയായല്ല, ഞാൻ എന്ത് ചെയ്യും എന്ന് ഓർത്ത് ഞാൻ നിൽക്കുമ്പോഴേക്കും ഒരമ്മയും മോളും ഭയങ്കര പറഞ്ഞ് ആ അമ്മ ചോദിച്ചു മോളെങ്ങോട്ടാന്ന് വെച്ച്. ഞാൻ പറഞ്ഞ് ഞാൻ കാട്ടിപ്പറമ്പ് കളത്തറയിലേട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞ് ഞാൻ CMS പാലം വരെ ഉണ്ട്. അപ്പോൾ എനിക്ക് സന്തോഷമായി. എന്ന് വെച്ചാൽ എൻ്റെ വീടും കഴിഞ്ഞ് പിന്നെ ഒരു 2 കിലോമീറ്ററോളം പോകണം അവർക്ക് പോകണമെങ്കിൽ. അങ്ങനെ അമ്മ എനിക്ക് ഒരാളെ അഴിച്ച് തന്ന് സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ആ ഓട്ടോറിക്ഷയ്ക്ക് പോയി. അപ്പോൾ ആ മാള് പറഞ്ഞ് ചേച്ചി മാതാവിനെ മൊത്തിയോ? അപ്പം ഞാൻ ചോദിച്ചു ഞാൻ മൊത്തിയും ചെയ്ത് അമ്മയുടെ അടുത്ത് അനുഗ്രഹവും വാങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഇത്രയും നേരം നിന്നിട്ട് അവർക്ക് മൊത്താനോ ഒന്നും സാധിച്ചില്ല. സങ്കടപ്പെട്ടാണ് അതിങ്ങനെ തിരിച്ചു പോയത്. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ മൊത്തിയതിനേം കാട്ടി കൂടുതൽ അനുഗ്രഹം മോക്കും അമ്മക്കും കിട്ടുവട്ടാ എന്ന് പറഞ്ഞാണ് സമാധാനിപ്പിച്ച് ഞാൻ വിട്ടത്. പിന്നെ ഞാൻ 3-ാം തീയതി എൻ്റെ ഉടമ്പടി അന്ന് തീരണമായിരുന്നു, December 3. പിന്നെ ഞാൻ പുതുക്കാൻ വേണ്ടി വന്ന് ചേച്ചിയുടെ കണ്ടീഷൻ മോശമായതുകൊണ്ട് മരുമകൻ വന്ന് ചോദിച്ചു ഡോക്ടറിനെ കണ്ട്. അവനൊരു നേഴ്സാണ്. അവൻ വന്ന് ചോദിച്ചപ്പോഴേക്കും പറഞ്ഞു ഓപ്പൺ സർജറി അല്ലാതെ വേറൊരു മാർഗമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പോൾ വീണ്ടും ഞാൻ 13-ാം തീയതി ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയിൽ പുതുക്കിയതിൽ ആദ്യം വെച്ചേച്ച ചേച്ചിയുടെ കാര്യമാണ് വെച്ചേച്ചത്. അപ്പം ഞാൻ പ്രാർത്ഥിച്ച് അമ്മേ ഈ ക്രിസ്മസിന് എൻ്റെ ചേച്ചി വീട്ടിൽ വന്നം എന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്ത് ഞാൻ ചെന്നപ്പോൾ അന്ന് ഡോക്ടർ വന്ന് ഞാൻ പത്രവും വാങ്ങി. പത്രം എല്ലാവർക്കും കൊടുത്തു, ഹോസ്പിറ്റലിൽ കൊടുത്ത് വഴിയിൽ കൊടുത്ത് കാണുന്ന എല്ലാവർക്കും പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാവർക്കും നടന്ന് പത്രം കൊടുത്തിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നത്. റൗണ്ട്സിന് ഡോക്ടർ വന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ് നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചിനെ സ്റ്റെൻ്റൊക്കെ ഇട്ട് നോക്കി പൂർണ്ണ ആരോഗ്യവതിയായിട്ട് December 20-ാം തീയതി ചേച്ചിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിക്കാനും സാധിച്ചു. ഈ വലിയ അനുഗ്രഹത്തിനും അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഓപ്പറേഷൻ കൂടാതെ ചേച്ചി സൗഖ്യപ്പെട്ടതിന് ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് പത്രം വാങ്ങി എല്ലാ വീടുകളിലാണെങ്കിലും റോട്ടിലാണെങ്കിലും ഞാൻ പൊതുസ്ഥലത്തെ വിതരണം ചെയ്യുള്ളൂ. പള്ളികളിലാണെങ്കിൽ നമ്മുടെ ആൾക്കാരിൽ മാത്രമേ വരുള്ളൂ. അത് കാരണം കൊണ്ട് ഞാൻ പൊതുസ്ഥലത്ത് കൊണ്ടുപോയി വിതരണം ചെയ്യും. പെട്രോൾ പമ്പിലാ റോട്ടിലിരിക്കണവർക്കും എല്ലാവർക്കും കൊടുക്കും. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഹോസ്പീസിൽ പോയി രോഗികളെ കാണും. രോഗികളെ കണ്ട് അവർക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങളെല്ലാം കൊണ്ടുപോയി കൊടുക്കും. അവർ നമ്മളെ ചുംബിച്ചിട്ടാണ് പറഞ്ഞെടുക്കണത്.
ഞാനും അവരെ ചുംബിച്ചിട്ടാണ് പോന്നെ. പക്ഷെ ഒരു സങ്കടമുള്ളത്, മാസം മാസം പോകുമ്പോൾ പിറ്റേ മാസം ചെല്ലുമ്പോൾ ഈ ചുംബിച്ച ആരും ഉണ്ടാവില്ല. അത്രയും സ്റ്റേജിൽ അവരാണ് അവിടെ കിടക്കണത്. അപ്പം അതൊരു വിഷമം തന്നെയാണ്. എന്നാലും ഞാൻ എല്ലാവരുടെ അടുത്തും പോകുമ്പോൾ അവർ പറയും അടുത്ത മാസം നേരത്തെ വന്നോട്ടാ. പക്ഷേ എനിക്ക് പറ്റണ വിധത്തിലാണ് ഞാൻ അവിടെ പോണത്. പിന്നെ ഇത് ഹോസ്പിറ്റലിൽ കൂടാതെ ശാലയിൽ കൊണ്ടുപോയി ഞാൻ ഭക്ഷണത്തിലുള്ള കാശ് കൊടുത്തിട്ട് അവരോടൊപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആഴ്ചയിൽ 2-3 ദിവസം പോയി ഭക്ഷണം ഉണ്ടാകാൻ സഹായിക്കും. 1000 പേർക്ക് ആണ് അവിടെ ദിവസേന വഴിയരിയിൽ കിടക്കുന്നവർക്ക്, ഹോസ്പിറ്റലുകളിൽ, വീടുകളിൽ മക്കൾ ഭക്ഷണം കൊടുക്കാത്ത വീടുകളുണ്ട്. അവിടെയൊക്കെ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കണവരുടെ കൂടെയാണ് ഞാൻ കൂടിയേക്കണത്. അപ്പോൾ അങ്ങനെ 1000 പേരുടെ ഭക്ഷണം ദിവസേന ഉണ്ടാക്കി കൊടുക്കണം അവിടെ. അപ്പോൾ അത്രയും പണിയുണ്ട് അവിടെ. അപ്പോൾ ആഴ്ചയിൽ 3 പ്രാവശ്യമൊക്കെ പോയി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് വിധവകളായ അവർക്കെല്ലാം ഭക്ഷണത്തിനുള്ള കാശ് കൊടുക്കുകയെ അങ്ങനെ ചെയ്യും. പിന്നെ അനാഥാലയത്തിൽ അവർക്ക് കൊണ്ടുപോയി കാശ് കൊടുക്കാറുണ്ട്. എല്ലാവരും ഭക്ഷണം തന്നെ വാങ്ങിച്ചു കൊടുത്താൽ ശരിയാവില്ലല്ലോ. അവർക്ക് വസ്ത്രങ്ങളും മെഡിസിനുകളും എല്ലാം വേണ്ടേ. അത് കാരണം ഞാൻ അനാഥാലയത്തിൽ കാശുകൾ മാത്രമേ കൊടുക്കാറുള്ളൂ. പിന്നെ ആത്മീയമായിട്ടും രാവിലെ 5 മണിക്ക് തന്നെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞിട്ടേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ. പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അത് കഴിഞ്ഞ് ദിവ്യബലി മുടക്കാറില്ല. എല്ലാ ദിവസവും ദിവ്യബലിക്ക് പോകും. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. ആർക്കെങ്കിലും ഞാൻ ചോദിക്കാറുണ്ട്, ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ അടുത്ത് വാട്ടാ, ഞാൻ കൊണ്ടുപോകാമെന്ന് പറയും. അങ്ങനെ ഒരു കുട്ടിയെ ഞാൻ 2 ആഴ്ചക്ക് മുമ്പ് ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ച്. എനിക്ക് വലിയ ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ വരണമെന്ന്. ഞാൻ അങ്ങനെ എല്ലാവരോടും ചോദിക്കും, ആഗ്രഹമുള്ളവർ എന്നോട് പറയട്ടെ, ഞാൻ കൊണ്ടുപോകാം. അതുപോലെ ഹോസ്പിറ്റലിൽ കീമോ ചെയ്യാൻ വേണ്ടി പുറത്ത് പോകണം ചിലവർക്കൊക്കെ. അപ്പോൾ അവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫോൺ നമ്പർ കൊടുത്തിട്ട്, കീമോ ചെയ്യാൻ കൊണ്ടുപോകാൻ ആളില്ലെങ്കിൽ എന്നെ വിളിക്കും, ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്നാൽ കഴിയുന്ന വിധത്തിലൊക്കെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ട്. പിന്നെ തിരുഹൃദയ മാസമായ ഇന്നത്തെ ദിവസം തിരുഹൃദയ മാസം വണക്കമാസ ദിവസങ്ങളാണല്ലോ. അപ്പം ശാന്തശീലനും ഹൃദയളിമയുള്ളവന്ന ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കണമേ. ഇത് ചെറുതിലോട്ട് വണക്കമാസം ചെല്ലുമ്പോൾ നമ്മൾ പറയണേണ്. പക്ഷേ അങ്ങനെ ആകാൻ നമുക്ക് കഴിയുമോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് പറയാൻ പറ്റും, ഈ ഉടമ്പടിയിൽ നിന്നുകൊണ്ട് വിശുദ്ധിയോടുകൂടി ജീവിച്ചാൽ ഹൃദയവേളിമയും ശാന്തതയുമുള്ള ഈശോയുടെ തിരുഹൃദയം പോലെ നമ്മുടെ ഹൃദയം ആകുന്നു എനിക്ക് ഉറപ്പായ വിശ്വാസമുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി. മകളെ, നിന്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തി. സമാധാനത്തോടെ പോവുക. നിന്റെ വ്യാധിയിൽ നിന്ന് മോചിതയായിരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 34-ാം വചനമാണ്. സൗഖ്യം നൽകിയത് ഈശോയാണ്. പക്ഷെ അതിൻ്റെ വാതിൽ തുറന്നത് വിശ്വാസമാണ്. നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ, പ്രത്യേകിച്ചും രോഗങ്ങൾ, രക്തസ്രാവ സ്ത്രീയെപ്പോലെ അവൻ്റെ വസ്ത്രത്തെ തൊട്ടാൽ പോലും ഞാൻ സുഖപ്പെടുമെന്നുള്ളൊരു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തുമെന്ന് കർത്താവ് പറഞ്ഞത്. ഉടമ്പടി മക്കൾ എവിടെ പോയാലും വിശ്വാസത്തോടെ പ്രാർത്ഥന നയിക്കുമ്പോൾ, നിബന്ധനകൾ പാലിച്ച് ജീവിക്കുമ്പോൾ അവരുടെ കൂടെ എപ്പോഴും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യമുണ്ട്. ആ നേർച്ച വസ്തുക്കൾ തൊട്ട നിമിഷം തന്നെ കണ്ണു തുറക്കുകയും പിന്നീട് പെട്ടെന്ന് തന്നെ ആ നേഴ്സ് തന്നെ ചോദിക്കുകയാണ്, ആരാണ് വന്നിട്ട് പോയതെന്ന്, മകളാണോ എന്ന്. അനിയത്തിയാണ്. ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും സാന്നിധ്യം അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നേർച്ച വസ്തുക്കൾ ഒരു പ്രതീക്ഷയുമില്ലാത്ത സമയത്ത് ആ ചുണ്ടൽ വെച്ച് കൊടുത്തപ്പോൾ ഒരു പക്ഷേ ആ വചനം പറയുന്നത് അത് തന്നെയാണ്. മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയെന്നാണ്. ഈ അനീതിയുടെ വിശ്വാസമാണ് ഈ ചേച്ചിയെ സുഖപ്പെടുത്തിയത്. അപ്പോൾ തന്നെ മെഡിസിനെല്ലാം വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അവർക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റി. എല്ലാം നല്ല റെസ്പോൺസാണ്. പിന്നീട് തന്നെ ഇതെല്ലാം തന്നെ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമുക്കറിയാം. പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ അമ്മ വന്നപ്പോൾ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി അമ്മ പറഞ്ഞു, തന്ന മെസ്സേജ് ഇതാണ്, ദുരന്തം വരാൻ പോകുന്നു, പ്രാർത്ഥിക്കുക എന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിലും ഈശോയും അമ്മയും നേരത്തെ തന്നെ പലതും വെളിപ്പെടുത്തി തരുന്നുണ്ട്.
അങ്ങനെയാണ് ഈ മകളുടെ ജീവിതത്തിലും ഒരു സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്തി കൊടുത്തത്. ഒരു കടലിൻ്റെ നടുവിൽ കടൽ കയറി വന്നപ്പോൾ ഓടി കിഴക്കോട്ട് പോയി, അവിടെയും കടൽ കയറി വന്നു. അപ്പോഴാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ സ്വപ്നത്തിൽ കാണുകയും അച്ഛനോട് ഇതിൻ്റെ അർത്ഥം ചോദിച്ചപ്പോൾ അച്ഛന് 10 എന്ന നമ്പർ പറഞ്ഞത്. ഇവിടെയെല്ലാം നാം കാണുന്നത് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് കൂടെയുള്ളത്. അമ്മ കൈവിടാത്ത ഒരു അമ്മയാണ് കൃപാസന അമ്മ, സമയത്തിന് മേൽ അധികാരമുള്ള അമ്മ. ആ ഡേറ്റ് കാണിച്ചു കൊടുക്കുകയാണ്, 10 എന്ന ഡേറ്റ്. അതുപോലെ തന്നെ 10-ാം തീയതി ഈ മകൾ ഡിസ്ചാർജ് ചെയ്യാണ് ഹോസ്പിറ്റലിൽ നിന്ന്. ജോസഫ് അച്ഛൻ വരികയും സ്വപ്നത്തിൽ കൂടെ കാണുകയും എല്ലാം ചെയ്യുന്നത് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം പലപ്പോഴും കാണാറുണ്ട്. സ്വപ്നത്തിൽ പോലും ഈശോ അമ്മയെ വെളിപ്പെടുത്തി തരുന്നത് അതൊക്കെയാണ് കൃപാസന അമ്മയുടെ നമ്മെ എല്ലാവരെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കുന്നത്. അങ്ങനെ ഈ മകളുടെ ആഗ്രഹപ്രകാരം അതുപോലെ തന്നെയാണ് ഡിസംബർ 7-ാം തീയതി അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതാണ് ഈ ആലയത്തിൽ. ഈ മകൾക്കൊരാഗ്രഹമുണ്ടായിരുന്നു, ഡിസംബർ 7-ന് ഇവിടെ വരണം. എല്ലാം മറന്ന് ഇങ്ങോട്ട് തിരിച്ചു. പക്ഷേങ്കിൽ രാത്രി എപ്പോൾ തിരിച്ചു പോകുന്നത് എങ്ങനെയാണ്? അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ ഞാൻ എങ്ങനെ തിരിച്ചു പോകും? അമ്മ ഉത്തരം കൊടുത്തത് ഒരു സുഗന്ധാഭിഷേകത്തിലൂടെയാണ്. മകളെ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം പലപ്പോഴും കാണാറുണ്ട് ആ സുഗന്ധാഭിഷേകം, അമ്മയുടെ പ്രസൻസ്. അത് നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് കഴിയുമ്പോൾ അമ്മയോട് ചേർന്ന് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് ഈശോയുടെ അമ്മയുടെ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് ആ സുഗന്ധാഭിഷേകം അനുഭവിക്കാൻ സാധിക്കുന്നത്. ഈ മകളുടെ ജീവിതത്തിലും അമ്മയെ രാത്രിയാവുന്നു, ഞാൻ എങ്ങനെ തിരിച്ചു പോകുമെന്ന് ചോദിക്കുമ്പം അമ്മ ഉറപ്പ് കൊടുത്താണ്, മകളെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന്. അതുപോലെ തന്നെയാണ് പോകുന്ന യാത്ര മധ്യേ എല്ലാം ആരൊക്കെയോ കൂടെ ഉണ്ടായിരുന്നു. ഓട്ടോയ്ക്ക് പോയപ്പോഴും ബസ്സിന് പോകുമ്പോഴെല്ലാം ആരൊക്കെയോ കൂടെ ഉണ്ടായിരുന്നു. ഒരമ്മയും മകളുടെ രൂപത്തിലാണ് അമ്മ മാതാവ് കൂടെ പോയത്, കൃപാസന അമ്മ. അങ്ങനെ വീട് വരെ എത്തിച്ചു ഈ മകളെ. ഇതെല്ലാം നമ്മൾ കാണുന്നത് ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യമാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം പറഞ്ഞതുപോലെ ഉടമ്പടി ഒരു വിശ്വാസ പ്രകടനമാണ്. വിശ്വാസത്തോടെ വിശ്വസ്തതയുടെ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ ഈശോയുടെയും അമ്മയുടെയും ആ സാന്നിധ്യവും ആ ദിവ്യ സ്പർശനവുമാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ആ ദിവ്യ സ്പർശനത്താലാണ് ഇന്ന് സൗഖ്യപ്പെട്ട് ഈ മകൾ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മളോടും ഇന്ന് ഈശോയും അമ്മയും അത് തന്നെയാണ് പറയുന്നത്. മകനെ, മകളെ എന്ന വിളി നമുക്ക് ശ്രവിക്കാം. മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയെന്നാണ്. ഇന്നും ഈ വചനം തന്നെയാണ് നമ്മളോടും പറയുന്നത്. മകനെ, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തും. ആ വിശ്വാസത്തോടെ നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കാം. സങ്കീർത്തനം 41:3 പറയുന്നത്, കർത്താവ് അവന് രോഗശൈലിയിൽ ആശ്വാസം പകരും, അവിടുന്ന് അവന് രോഗശാന്തി നൽകുമെന്നാണ്. രോഗികളായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലും നമുക്കറിയാവുന്ന വ്യക്തികൾക്കുമൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കാം. ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഈ മകൾക്ക് ഇത്രയും വലിയ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ ഈ മകളും അതിനുള്ള ആസ്തിയുണ്ട്, ആത്മീയ ആസ്തി. കാരുണ്യ പ്രവർത്തികൾ ആഴ്ചയിൽ 2-3 ദിവസം ഭക്ഷണം കൊടുക്കുകയും വീടുകൾ അവിടെ പോയിട്ട് ചോറുണ്ടാക്കി 1000-ഓളം ആൾക്കാർക്ക്, ഇത്രയും പേർക്ക് ചോറും കറികളൊക്കെ ഉണ്ടാക്കി അവിടെ സഹായിക്കണമെങ്കിൽ അതൊരു വലിയ ജോലി തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു ആത്മീയ ആസ്തിയുടെ ഒരു വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈശോയും അമ്മയും പ്രാർത്ഥന പെട്ടെന്ന് കേൾക്കുന്നതും. അതുതന്നെയാണ് പറഞ്ഞത്, വിശുദ്ധിയോടുകൂടി ജീവിക്കാനുള്ള കൃപ എനിക്ക് ലഭിച്ചു. ഉടമ്പടി ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലും വിശുദ്ധിയോടുകൂടി ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതം കൂടുതൽ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. സിമി ആൻ്റണിക്കും കുടുംബത്തിന് ലഭിച്ച, പ്രത്യേകിച്ചും ഈ ചേച്ചിക്ക് ലഭിച്ച രോഗസൗഖ്യം. ഡയാന, ഞാൻ കോതമംഗലത്തു നിന്നാണ് വരുന്നത്. 2023 ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ആ ടൈമിൽ ഞാൻ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ജർമ്മൻ പഠിച്ച് ഒരു എക്സാമിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുമായിരുന്നു. എല്ലാവരെ പോലെ എൻ്റെ കാര്യങ്ങൾ മാത്രം നടന്ന്, അല്ലെങ്കിൽ നമുക്ക് മനുഷ്യനുള്ളൊരു ഇതുണ്ടല്ലോ, സ്വന്തം കാര്യം മാത്രം നേടിയെടുക്കുക എന്നുള്ളൊരു സംഭവത്തിൽ മാത്രമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് മാത്രം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് എനിക്ക് ഇന്ന് എക്സാം പാസ്സാക്കി തരണം എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അല്ലാതെ മാതാവിനെയോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് മാത്രം മുൻഗണന കൊടുത്ത് ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നു. അതിനുശേഷം ഞാൻ എക്സാം എഴുതാൻ പോയി. എനിക്ക് ഒരു മൊഡ്യൂളും കൂടി എക്സ്ട്രാ കിട്ടി. പക്ഷേ അതുകൊണ്ട് ആ ഒരു ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ഫിനാൻഷ്യൽ ക്രൈസിസ്, ഒരുപാട് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കാതെ, ഞാൻ യോഗത്തിൽ വെച്ച കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്കത് ഒന്നും സെറ്റായില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ
ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാര്യങ്ങളായിട്ട് തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്കാവുന്നില്ല, എനിക്ക് ഉടമ്പടി എടുത്തിട്ട് ഉപകാരമില്ല എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു തുടങ്ങി. അതിനുശേഷം ആദ്യത്തെ ഉടമ്പടി ഞാൻ എങ്ങനെയോ പൂർത്തിയാക്കി. പക്ഷേ എൻ്റെ ഭർത്താവിന് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് രണ്ടാമത് പോയി ഉടമ്പടി എടുക്കാം. അത് ഞാൻ താല്പര്യമില്ലാതെയാണ് വന്നെടുത്തത്. താല്പര്യമില്ലാതെ എടുത്ത് ഞാൻ ആ ഒരു ഉടമ്പടി ക്ലിയറായിട്ട കാര്യങ്ങളൊന്നും തന്നെ ചെയ്തില്ല. പക്ഷേ ആ 90 ദിവസമാണെങ്കിലും എൻ്റെ കൂടെ കാവലായിട്ടും കരുതലായിട്ടും അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനതൊന്നും കണ്ടില്ല എന്ന് വെക്കുമായിരുന്നു ആദ്യം ചെയ്തത്. അതിനുശേഷം ഞാൻ പിന്നെ ഉടമ്പടി ഒന്നും കാര്യങ്ങൾ എടുക്കാതെ കുറച്ച് നാളുകളിൽ ഒന്നും ചെയ്യാതിരുന്നു. അതിനുശേഷം ആ ടൈം വരെ എനിക്ക് വേണ്ടിയിട്ടും മറയായി പിടിച്ച മാതാവ് എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ എനിക്ക് തിരിച്ചു വരാൻ തുടങ്ങി. എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, എനിക്ക് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ, എനിക്ക് രാത്രിയൊക്കെ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടാക്കിയിട്ട് ഉറങ്ങാത്ത ഒരുപാട് ദിവസങ്ങൾ, ഇതൊക്കെ എനിക്ക് വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പോഴാണ് ഹസ്ബൻഡ് പറയണത് നമുക്ക് പോയി ഉടമ്പടി എടുക്കാം എന്ന് പറയണത്. എന്നിട്ട് ഞാൻ രാത്രിയൊന്നും ഉറക്കമില്ലാതെ ഞാൻ തൈലവും തേച്ച് അതുപോലെ തന്നെ തേനൊക്കെ കഴിച്ച് ഞാൻ കിടന്ന് ഉറങ്ങണേ. അതിനുശേഷം പിറ്റേ ദിവസം ഞാൻ രാവിലെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്നുള്ളൊരു ചിന്ത വന്നു. പക്ഷേ മാതാവ് വിചാരിച്ചാൽ മാത്രമേ നമുക്കിവിടെ വന്ന് നിൽക്കാൻ പറ്റുള്ളൂ, അല്ലെ നമ്മൾ വിചാരിച്ചാൽ മാത്രം പറ്റത്തില്ല. പക്ഷേ എൻ്റെ വീട് തൊട്ട് ഇവിടം വരെ എനിക്ക് വരാനുള്ള ബുദ്ധിമുട്ടുകൾ ചെറുതൊന്നും ആയിരുന്നില്ല. എൻ്റെ വീട് കോതമംഗലമാണ്. കോതമംഗലം ടു ആലപ്പുഴ ഏകദേശം 5 മണിക്കൂർ യാത്രയുണ്ട്. ഞാൻ അവിടം തൊട്ട് ഇവിടം വരെ ഛർദിയായിരുന്നു. അതുപോലെ തന്നെ വളരെ ബുദ്ധിമുട്ടായ കാര്യങ്ങളിലൂടെ വന്ന് ഞാനിവിടെ 3ാമത്തെ ഉടമ്പടി എടുത്തു. ആ ഉടമ്പടിയിൽ നിന്ന് എൻ്റെ ജീവിതം മാറ്റിയത് ചെറിയൊരു ചേഞ്ച് ആയിരുന്നില്ല. കാരണം ആ ഉടമ്പടി ഞാൻ ഇപ്പോഴും പറയണത് ഞാൻ വളരെ നന്നായിട്ട് എടുത്തൊരു ഉടമ്പടിയാണ് 3ാമത്തെ ഉടമ്പടി. കാരണം അത്രയും നന്നായി പ്രാർത്ഥിച്ച് എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ മാതാവിനെ മധ്യസ്ഥ നിർത്തി ഓരോരോ കാര്യങ്ങൾ എനിക്ക് ഭക്ഷണം തരണതിനോട് പോലും എനിക്ക് നന്ദി പറഞ്ഞ് ഞാൻ നന്ദികേട് പറയൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും മനുഷ്യന്മാർക്കുള്ളൊരു പ്രശ്നമാണ്, നമ്മൾ നന്ദികേട് പറയും. എനിക്ക് ഇന്നത് തന്നില്ല എന്ന് പറഞ്ഞ് നന്ദികേട് പറയും. പക്ഷെ നമ്മൾ ഒരിക്കലും നന്ദി പറയൂല. ഇന്നത് നമുക്ക് കിട്ടി എന്നുള്ള രീതിക്ക് നന്ദി ഒന്നും പറയില്ലായിരുന്നു. പക്ഷെ അന്ന് തൊട്ട് ഞാൻ എൻ്റെ ദൈവത്തിനോട് നന്ദി പറയാൻ തുടങ്ങി. എനിക്ക് മാതാവിനോട് ഞാൻ നന്ദി പറയാൻ തുടങ്ങി, ദൈവത്തിനോട് ഞാൻ നന്ദി പറയാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഏകദേശം ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ മറഞ്ഞു പോയെന്നാണ് പറയാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് എത്രയും നാൾ എനിക്കുണ്ടായിരുന്ന ശ്വാസം മുട്ട്, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാണാണ്ടായി. അതിനുശേഷം കണ്ടിന്യൂ എനിക്ക് വിശ്വാസം ഉറക്കുക എന്നൊക്കെ പറയില്ലേ, നമ്മൾ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയാലാണ് നമ്മുടെ വിശ്വാസങ്ങൾ ഉറക്കുകയുള്ളൂ. അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ നടന്നത്. കാരണം നമുക്ക് ചുമ്മാ കിട്ടിക്കഴിഞ്ഞതിന് വില ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് നേടുമ്പോൾ നമുക്ക് കിട്ടുന്ന വില അത് ചെറുതല്ല. അതെനിക്ക് ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ നമുക്കത് കിട്ടുമ്പോൾ നമുക്കതിന് ഭയങ്കര മൂല്യം ഉണ്ടാവും. അങ്ങനെയായിരുന്നു എൻ്റെ വിശ്വാസം എനിക്ക് കിട്ടിയത്. ഞാനൊരു വിശ്വാസി ആയിരുന്നില്ല, പക്ഷേ ഇപ്പം എനിക്ക് പറയാം ഞാനൊരു പൂർണ്ണ വിശ്വാസിയാണ്. കാരണം ഞാൻ അത്രയും പരീക്ഷണങ്ങളിലൂടെ നടന്നിട്ടുണ്ട്, അത്രയും കാര്യങ്ങൾ എനിക്ക് അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു പ്രശ്നത്തിൽ എനിക്കറിയില്ല, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു ദൈവം അയക്കണ ദൂതനെ പോലെ ആരെങ്കിലുമൊക്കെ വന്നു നിൽക്കും എനിക്ക് രക്ഷകനായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട്. എനിക്കത് മറക്കാൻ പറ്റാത്ത പല പല കാര്യങ്ങളുണ്ട്. ചർമ്മം പഠിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞല്ലോ. ഈ ചർമ്മം പഠിച്ചു കഴിഞ്ഞപ്പം എനിക്ക് ഫിനാൻഷ്യലായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ദൈവത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജന്മം പഠിക്കുന്ന ടൈമിൽ എനിക്ക് എമൗണ്ട് കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല, എനിക്കിത് പോകാൻ നേരത്ത് എനിക്ക് എമൗണ്ട് തരണം, എൻ്റെ ഒരു സ്ഥലമോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് വെക്കാനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, നീ എനിക്കൊരു എമൗണ്ട് തരണം, എനിക്ക് പോകാൻ നേരത്തെ എനിക്ക് പോകാനുള്ള പൈസ തരണം, നീ തരുമെന്ന് എനിക്കറിയാം എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലോൺ വെച്ചത് ഒരു സെൻറ്റ് സ്ഥലമോ അല്ലെങ്കിൽ ഒന്നിൻ്റെയും ഈടില്ലാതെ എനിക്ക് ലോൺ പാസ്സായി. അത് ചെറിയൊരു കാര്യമായിരുന്നു. കാരണം ഒരുപാട് ആൾക്കാർ സ്ഥലവും കാര്യങ്ങളും വെച്ചിട്ട് പോലും കിട്ടാത്തൊരു ലോൺ എനിക്ക് ഒന്നിൻ്റെയും ബേസിലില്ലാതെ എനിക്ക് ലോൺ കിട്ടി. പിന്നെ അതുകൂടാതെ ഞാൻ പ്രോസസ്സിങ്, അതുപോലെ തന്നെ ഞാൻ പഠിച്ചതിൽ നിന്ന് തന്നെ എനിക്കൊരു വരുമാനം കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം എനിക്ക് സ്വന്തമായിട്ട് പൈസ ചിലവാതെ അല്ലെങ്കിൽ ചിലവാക്കാതെ കയറിപ്പോവുക, അല്ലെങ്കിൽ ലോണാണെങ്കിലും അത് കടമാണല്ലോ, അതൊന്നും എടുക്കാതെ എനിക്ക് കയറിപ്പോകാൻ പറ്റണേ എന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ പ്രോസസ്സിങ് ചെറുതായിട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞാൻ പ്രോസസ്സിങ് ചെയ്ത് എനിക്ക് ഫിനാൻഷ്യലൊന്ന് സെറ്റായി തുടങ്ങി. പക്ഷേ എന്നാൽ പോലും എൻ്റെ ഒരു ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ
പലർക്കും ഞാൻ പ്രോസസ്സിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ പോലും എനിക്ക് പറ്റണില്ല. എനിക്ക് പ്രോസസ്സിങ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ കാര്യത്തിൽ പ്രോസസ്സിങ് എനിക്ക് പറ്റണില്ല. ഞാനൊരു 4 വർഷത്തോളമായി ഇപ്പോൾ ചർമ്മം പഠിക്കണം. അതിനുശേഷം ഞാനത് ഞാൻ മാരീഡാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ പാസ്പോർട്ടിൽ സ്പൗസിൻ്റെ നെയിമുണ്ട്. അപ്പം ഞാൻ വെക്കാൻ ഉദ്ദേശിച്ച പ്രോഗ്രാമിന് സ്പൗസ് നെയിം ആണെങ്കിൽ റിജക്ഷൻ കിട്ടും. അത് പലരും പറയുന്നത് 100% റിജക്ഷൻ ചാൻസ് ഉണ്ട്, ചിലർക്ക് കിട്ടിയാൽ കിട്ടി എന്നുള്ളതായിരുന്നു. എന്നാൽ പോലും എനിക്ക് ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും തന്നെ ശരിയാവുന്നില്ലായിരുന്നു. അതിനുശേഷം ആ ടൈമിലാണ് ഞാൻ അതുവരെ എനിക്ക് അമ്മ മാതാവിനോടായിരുന്നു കണക്ഷൻ ഉണ്ടായിരുന്നത്. ആ ടൈമിൽ എനിക്ക് ഒരുപാട് ഇൻ്റർവ്യൂ ഒന്നും ഞാനത് എനിക്കത് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് 50 നോമ്പിൻ്റെ സമയത്ത് ഞാൻ അവിടെ അടുത്തൊരു പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. അപ്പം അവിടെ ഈശോനോടാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ അതുവരെ എനിക്ക് ഈശോനോട് ഞാൻ മധ്യസ്ഥ വയ്ക്കാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് ഈശോനോടൊരു കണക്ഷനും ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ ചെന്ന് ഈശോനോട് പറഞ്ഞു, എൻ്റെ ഈശോയെ, എനിക്കിങ്ങനെയൊന്നും ഇൻ്റർവ്യൂ ഒന്നും ശരിയാവണില്ല, നീ എനിക്ക് വേണ്ടിയിട്ടൊന്ന് മധ്യസ്ഥ ദൈവം തമ്പുരാനാണ്, നീ ഒന്ന് ചെയ്ത് താട്ടെ എന്ന് പറയുവാണ്. ഞാൻ എന്നിട്ട് പറഞ്ഞു, എനിക്ക് 11-ാം തീയതിയാണ് VFS ഡേറ്റ് ഞാൻ എടുത്തേക്കുന്നത്, എനിക്ക് 11-ാം തീയതി വെക്കണം. ഞാൻ പറയുന്നത് 8-ാം തീയതിയാണ്. എന്നിട്ട് പിറ്റേ ദിവസം അന്ന് എനിക്ക് വൈകുന്നേരം എനിക്ക് മെയിൽ വന്നേക്കാണ്, എനിക്ക് ഇങ്ങനെ ഒരു സ്കൂളിൽ നിന്ന് ഇങ്ങനെ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവർ അറ്റൻഡ് ചെയ്ത് 1/2 മണിക്കൂറിനുള്ളിൽ കഴിഞ്ഞ് പറഞ്ഞു അവർക്ക് ഓക്കെ ആണെന്ന്. ഓക്കെ ആയി കഴിഞ്ഞപ്പോഴും ഞാൻ അന്ന് വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പള്ളിയിൽ വന്നിട്ട് പറഞ്ഞു, എനിക്കിത് ഓക്കെ ആയി, കുഴപ്പമില്ല, 11-ാം തീയതി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് പിന്നെ വെച്ചാൽ കുഴപ്പമില്ല, എനിക്ക് മെയ് ലാസ്റ്റിലേക്കാണ് പോണത്, അപ്പം അതുകൊണ്ട് എനിക്കിത് കുഴപ്പമില്ല, ഞാൻ അടുത്ത മാസം VFS ഒന്നും കൂടി എടുത്തോളാം എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് വൈകുന്നേരം എനിക്ക് മെയിൽ വന്നേക്കാണ്, കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ അന്ന് 11-ാം തീയതി വെച്ചോ എന്നുള്ള രീതിക്ക് എനിക്ക് കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ അന്ന് എനിക്ക് കിട്ടി. ഞാൻ അന്ന് 11-ാം തീയതി തന്നെ കൊണ്ടുപോയി VFS വെച്ചു. പക്ഷെ എന്നാൽ പോലും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നത്, ഇത്രയും ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് മാരീഡ് ആയതുകൊണ്ട് സ്പൗസ് നിയമം പാസ്പോർട്ടിലുള്ളത് കൊണ്ട് നിനക്ക് റിജക്ഷൻ വരും എന്ന് പലരും പറഞ്ഞു. പലരും 100% റിജക്ഷൻ വരും എന്ന് പറഞ്ഞു, ചിലർ 90% പറഞ്ഞു, ഒരു 1% ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഈശോനോട് പറഞ്ഞു, എനിക്കിത് നീ തരണം, കാരണം ഞാൻ ഒരുപാട് വേദനകൾ സഹിച്ചേക്കണയാണ്, എനിക്കിത് കിട്ടിയാലാണ് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു തുടക്കം എനിക്ക് ആവാൻ പറ്റുള്ളൂ. ഞാൻ ഒരുപാട് കഷ്ടപ്പാടെന്ന് പറഞ്ഞാണ്, എനിക്ക് നീ തരണം, എനിക്ക് വാശി പിടിക്കുമെന്ന് ഞാൻ ചെയ്തു, എനിക്ക് തരണം. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ വന്ന് ഈ പള്ളി വെച്ച് ഞങ്ങളുടെ അവിടെയുള്ളൊരു പള്ളിയിൽ നിന്നിട്ട് വന്ന് തുറക്കും, ഞാൻ പാസ്പോർട്ട് കയറ്റി കഴിയുമ്പോൾ ഇവിടെ വന്നാണ് തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് എനിക്ക് പാസ്പോർട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരായിരുന്നു വെച്ചപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പാസ്പോർട്ട് വന്നു. പാസ്പോർട്ട് കിട്ടി ഞാൻ പള്ളിയിൽ വന്ന് തുറക്കുകയാണ്. തുറന്നപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട് കിട്ടും, എൻ്റെ ദൈവം എന്നെ കൈവിടില്ല എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് വിശ്വാസമുണ്ട്. പക്ഷേ എന്നാൽ പോലും മറ്റുള്ളവർ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് റിജക്ഷൻ കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്കൊരു ടെൻഷനുണ്ട്. ഞാൻ എന്നിട്ടും തുറക്കുവാണ്. എന്നിട്ട് ഞാൻ പാസ്പോർട്ട് തുറന്നപ്പോഴാണ് വിസ അടിച്ച് അതിൻ്റെ അകത്ത് ഞാനത് ഇവിടെ ഇരുന്ന് തുറന്ന പേജ് വിസ അടിച്ച് വന്നേക്കണ പേജാണ്. ഞാൻ സത്യം പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് കരഞ്ഞു, കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഇങ്ങനെ അതൊരു 90% റിജക്ഷൻ ചാൻസ് ഉള്ള വിസ എനിക്കത് പൊന്നുതമ്പുരാൻ്റെ മധ്യസ്ഥതയിൽ എനിക്ക് കിട്ടിയേക്കണെയാണ്. അപ്പം ഒരുപാട് നന്ദിയുണ്ട് എനിക്ക്. ഇവിടെ വന്ന അമ്മ മാതാവിൻ്റെ മധ്യസ്ഥയിലാണ് എനിക്ക് പല കാര്യങ്ങളും നടന്നേക്കണം. അതുപോലെ തന്നെ എൻ്റെ ഈശോൻ്റെ മധ്യസ്ഥയിലാണ് എനിക്ക് ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് 2 പേരോടും ഒരുപാട് നന്ദിയുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എനിക്ക് പത്രമൊക്കെ കൊടുക്കാൻ എല്ലാവരും ഭയങ്കര മടിയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാണക്കേട്, ഞങ്ങളുടെ അവിടെയുള്ള ആൾക്കാർ കാണുമല്ലോ, ഇവിടെയുള്ള ആൾക്കാർ കാണുമല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷേ ഈ 3ാമത്തെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആ ചിന്ത എങ്ങ് മാറി. ആര് കണ്ടാലും എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും വിശ്വാസിയാണ്, ഞാൻ വിശ്വാസി ആയതുകൊണ്ട് തന്നെ ഞാൻ കൊടുക്കും, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ എനിക്ക് ഫിനാൻഷ്യലി ഞാൻ സെറ്റല്ലാത്ത സമയത്ത് ഞാൻ ഫുഡൊക്കെ ഞങ്ങൾ സിറ്റിയിലേക്ക് പോകുമ്പോൾ പൊതിച്ചോറൊക്കെ കെട്ടി ഒരു 2-3 പൊതിച്ചോറൊക്കെ കെട്ടിക്കൊണ്ട് പോകും. അർഹതയുള്ളവനെ എത്തിക്കണേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് കെട്ടുന്നത്. എന്നിട്ട് ഞാൻ ആൾക്കാർക്ക് കൊടുക്കും. പക്ഷേ ഫിനാൻഷ്യൽ ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ ഒരു 60-70 പേരുണ്ട്, അവിടേക്ക് 2 പ്രാവശ്യം ഫുഡ് കൊടുത്തു. അതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്തൊരു സിസ്റ്റർ നടത്തുന്ന ഒരു ഓൾഡ് ഏജ് ഹോം പോലെയുണ്ട്, അവിടെ ഒരു 2 പ്രാവശ്യം, ഈ കഴിഞ്ഞ ആഴ്ചയായിരുന്നു കൊടുത്തത് 1 പ്രാവശ്യം, പിന്നെ അതിന് മുന്നും കൊടുത്തു. ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നടത്തി തന്നതിനും എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് വേണ്ടി മധ്യസ്ഥ പറഞ്ഞതിനും എൻ്റെ പൊന്നുനമ്പരാനും എൻ്റെ അമ്മ മാതാവിനും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം
35 അധ്യായം 10 തിരുവചനം. കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ടവർ തിരിച്ചു വരികയും ഗാനാലാപനത്തോടെ സിയോനിൽ പ്രവേശിക്കുകയും ചെയ്യും. നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും. അവർ സന്തോഷിച്ചുല്ലസിക്കും. ദുഃഖവും നെടുവീർപ്പും അകന്നു പോകും. ഡയാന തൻ്റെ കുടുംബത്തോടൊപ്പം വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റു പറയുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ ഉടമ്പടി ജീവിച്ച് പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി ഈശോ ചെയ്ത വലിയ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറയാനാണ്. ജീവിതത്തിൽ നിന്ന് എല്ലാ നെഗേഷൻ പോയിൻറ്റും ആറ്റിറ്റ്യൂഡും എടുത്തു മാറ്റി വളരെ വിശുദ്ധിയോടുകൂടി വളരെ നന്ദി നിറഞ്ഞൊരു ഹൃദയത്തോടുകൂടി ജീവിക്കുവാനുള്ള കൃപ ലഭിച്ചതിനാണ് ഡയാന ഇവിടെ നന്ദി പറയുന്നത്. എൻ്റെ ഏറ്റവും നല്ല കുടുംബമായി സ്നേഹത്തോടും സൗമ്യതയോടും സന്തോഷത്തോടും വളരെ പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു വലിയ ജീവിതം മുന്നോട്ട് വയ്ക്കാൻ ഈ ഉടമ്പടി ഡയാനയെയും കുടുംബത്തെയും സഹായിച്ചു എന്നാണ് ഏറ്റു പറയുന്നത്. 4 ലക്ഷം രൂപ ലോൺ കിട്ടാനായിട്ട് ഈ മകൾക്ക് യാതൊരു യോഗ്യതയുമില്ല. അതുകൊണ്ടാണ് ഈ സാക്ഷ്യം ഒരു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിലാണ് ഏറ്റു പറയാൻ സാധിക്കുന്നതെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. 1 സെൻറ്റ് സ്ഥലത്തിൻ്റെ പോലും യോഗ്യതയോടുകൂടി ഒരു സിവിൽ സ്കോർ ഇല്ലാത്ത മകൾക്കാണ് 4 ലക്ഷം രൂപയുടെ ഒരു ലോൺ കൊടുക്കാനായി ഒരു ബാങ്ക് ഉണ്ടായി എന്നുള്ളതാണ്. ഏതൊരു ഗവൺമെൻറ് നിയമങ്ങളായാലും ഏതൊരു രാഷ്ട്രത്തിൻ്റെ നിയമങ്ങളായാലും ഈശോ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കുന്ന ഒരു പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. കാരണം 3-ാമത്തെ ഉടമ്പടി പുതുക്കിയതോടുകൂടി 3-ാമത്തെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ അതൊരു 9 മാസക്കാലമായി കണ്ടിന്യൂസ് ആയി ഈശോയെ സ്നേഹിക്കുന്ന, ഈശോയെ ശുശ്രൂഷിക്കുന്ന, ഈശോയെ ചെന്ന് കാണുന്ന ഒരു പ്രാർത്ഥനാ രീതി കണ്ടിന്യൂ ചെയ്തപ്പോഴാണ് ഞാനും എൻ്റെ ഈശോയും തമ്മിലുള്ള വലിയ ഗാഢമായ ബന്ധം അവിടെ വരികയും ഇനി എനിക്ക് ഒന്നിനെക്കുറിച്ചും നാണിക്കേണ്ട ആവശ്യമില്ല. വെറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുമ്പോൾ അവൾ പറയുന്നത് അങ്ങനെയാണ്, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കുന്നില്ല, ഞാൻ എൻ്റെ ഈശോയുടെ തിരുമുഖത്തിലെ ആ രക്തക്കറകളാണ് ഈശോയ്ക്ക് ഒരു ആശ്വാസം നൽകലാണ്, ഈശോയെക്കുറിച്ച് പറയലാണ്. അവിടെ വെറോനിക്ക തന്നെ പറയുന്നു, സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. ഉടമ്പടി അതാണ്. ഈശോയും പരിശുദ്ധ അമ്മയുമായിട്ടുള്ള നിരന്തര സമ്പർക്കത്തിൻ്റെയും അവരുടെ കമ്മ്യൂണിക്കേഷൻ്റെയും തോത് വർദ്ധിക്കുന്നതാണ് ഈ ഉടമ്പടിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എൻ്റെ കർത്താവിന് വേണ്ടി ഏതൊരറ്റം വരെ പോകാനും ആരോട് എന്തും പറയുവാനുമുള്ള ഒരു ആത്മധൈര്യവും ആത്മീയ അധികാരവും ഇന്ന് ഈ മകൾക്ക് ലഭിച്ചിരിക്കുകയാണ്. ഒരു വിസ ലഭിക്കുക എന്നുള്ളതൊരു സെക്കൻഡറിയാണ്. പക്ഷേ ഈശോയോട് സംസാരിക്കുവാനും ഈശോയെ സ്വന്തമാക്കുവാനും സാധിക്കും. ദൈവത്തോടുകൂടി ജീവിക്കുക എന്നുള്ളത് ജോസഫ് അച്ഛൻ്റെ ഭാഷയിൽ അതൊരു തീരുമാനമാണ്. ഒരു ഉറച്ച തീരുമാനത്തിലേക്കാണ് ഇന്ന് ഇവർ കടന്നുവെത്തിയിരിക്കുന്നത്. ഉടമ്പടി ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും ദൈവം അഡ്രസ്സ് ചെയ്യുന്നതായിട്ട് നാം തിരുവചനത്തിൽ വായിച്ചെടുക്കുന്നുണ്ട്. അത് ചിലർക്ക് വലിയ ആത്മബന്ധത്തിൻ്റെ അടയാളങ്ങളായിട്ടാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉടമ്പടി കർത്താവിനെ കൂട്ടിച്ചേർത്ത് ചെയ്യുന്ന ഒരു ജീവിത രീതിയാണ്. ഇന്ന് ഡയാന ഏതൊരു ജർമ്മനിയിലേക്ക് പോയാലും മറ്റേതൊരു സ്ഥലത്തേക്ക് പോയാലും എൻ്റെ വിഷയമല്ല, അല്ലെങ്കിൽ എൻ്റെ ജോലിയല്ല, എൻ്റെ കുടുംബമല്ല എനിക്ക് ഇമ്പോർട്ടൻസ്, എനിക്ക് എൻ്റെ കർത്താവാണ്. അതുതന്നെയാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. പരിശുദ്ധ അമ്മ സമയച്ചുരുക്കത്തിന്മേൽ അധികാരമുള്ള അമ്മയാണ്. അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. വെറോനിക്ക ചെയ്തതും അത് തന്നെയാണ്. നമ്മൾ സുവിശേഷത്തിലൂടെ മഗ്ദലന മറിയം ചെയ്യുന്നത് അത് തന്നെയാണ്. അവൾക്കൊരു പരസ്യമായി പബ്ലിക്കലി ഈശോയുടെ കാല് തുടയ്ക്കുവാനും കണ്ണുനീർ കൊണ്ട് അവളുടെ കാല് തുടയ്ക്കുവാനും അതുപോലെ ആ മുടി തുടച്ചെടുക്കുവാനുമുള്ളൊന്നും അവൾക്കൊരു നാണക്കേട് തോന്നില്ല. കാരണം ഈശോയുമായി എത്രമാത്രം അഗാധമായ ഒരു ബന്ധം അവൾക്ക് വന്നു കഴിഞ്ഞു. നമുക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് അതിൻ്റെ മാധുര്യം നമ്മൾ അനുഭവിക്കുന്നതെന്ന് ഡയാനയും ഇപ്പോൾ തൊട്ടറിഞ്ഞിരിക്കുകയാണ്. ഈശോയെ സ്പർശിച്ചവരെല്ലാം മറ്റുള്ളവരെ സ്പർശിക്കുവാനും സ്നേഹിക്കുവാനും ദൈവാനുഭവത്തിൽ വളരാനും ദൈവസ്നേഹം പകർന്നു കൊടുക്കാനുള്ള ഒരു കൃപ ലഭിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഡയാനയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധനും തിരുകുമാരനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി ഇവിടെ പറയുകയാണ്. എൻ്റെ പേര് ആഷ്ലി ജേക്കബ്. ഇതെൻ്റെ ഫ്രണ്ട്സ്. ഞങ്ങളെല്ലാവരും BSc നഴ്സിംഗ് 4th ഇയർ കംപ്ലീറ്റ് ചെയ്തു. ഹൈദരാബാദ് KNR യൂണിവേഴ്സിറ്റിയിലാണ് ഞങ്ങളുടെ പഠനം പൂർത്തീകരിച്ചത്. ഞാനിവിടെ ആദ്യമായിട്ട് സാക്ഷ്യം എടുക്കാൻ വരുന്നത് 2023 ഒക്ടോബർ 24-ാം തീയതിയായിരുന്നു. അതിന് വലിയൊരു കാരണം അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ഇയറിൽ എനിക്ക് വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആയിട്ട് എൻ്റെ വലത് കൈ ഭയങ്കരമായിട്ട് വേദനയും അതുപോലെ തന്നെ എൻ്റെ കൈമുട്ട് തിരിഞ്ഞു പോവുകയും ചെയ്തായിരുന്നു. ഞാൻ അവിടെയുള്ള ഡോക്ടേഴ്സിനെയൊക്കെ കൺസൾട്ട് ചെയ്തു. 2-3 ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തു. അതിലൊരു ഡോക്ടർ പറഞ്ഞത് കുറച്ച് വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കൈ പാരലൈസ് ആയി പോകുമെന്നാണ് പറഞ്ഞത്.
അതുകൊണ്ട് തന്നെ ആ ഒരു വാക്ക് കേട്ടതോടെ തന്നെ എൻ്റെ എനിക്ക് ഭയങ്കര സ്ട്രെസ്ഡ് ആയിപ്പോയി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതായിപ്പോയി. എനിക്ക് BSc നഴ്സിംഗ് തുടരാൻ പറ്റുമോ, ഞാനിത് ഡ്രോപ്പ് ചെയ്യണോ? കാരണം ഈ ഒരു വർഷത്തേക്കുള്ള എക്സാം ഫീസും കാര്യങ്ങളും ഒക്കെ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയെ വിളിച്ച് എന്നും കരച്ചിലായിരുന്നു. എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈവൻ എനിക്കൊരു ഷോള് പോലും ഇടാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തത് എൻ്റെ കൂട്ടുകാരായിരുന്നു. എനിക്ക് വാരി തരുന്നതും എൻ്റെ ബുക്കൊക്കെ എടുത്ത് വെച്ച് തരുന്നതും എല്ലാം എൻ്റെ കൂട്ടുകാരായിരുന്നു. അവിടെ വെച്ച് ഒരുപാട് ഇവരെന്നെ ഹെൽപ്പ് ചെയ്തു. പക്ഷേ മുമ്പോട്ട് പോകുന്തോറും എനിക്ക് വേദനകൾ കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴും ഞാൻ മരുന്ന് കഴിക്കാൻ റെഡിയല്ലായിരുന്നു. കാരണം പാരലൈസ് ആയി പോവും എന്ന് പറഞ്ഞിട്ട് മരുന്നെടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. കുറേ ആൻറ്റിബയോട്ടിക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ട് ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോൾ വേറൊരു അസുഖമായിട്ട് മാറുമോ എന്നുള്ളൊരു പേടിയായിരുന്നു എൻ്റെ മുന്നിലുണ്ടായിരുന്നത്. ഞാൻ അമ്മയെ വിളിച്ച് എന്നും രാത്രി കരച്ചിലായിരുന്നു. അമ്മ എനിക്കിവിടെ പറ്റുന്നില്ല, ഞാൻ നിർത്തിയിട്ട് വരണോ എന്ന് ഞാൻ അമ്മയെടുത്ത് ചോദിച്ചു. അമ്മ പറഞ്ഞു, നീ എന്തായാലും ഒരു കാര്യം ചെയ്യ്, നാട്ടിലോട്ട് കയറി വാ, നമുക്ക് നാട്ടിൽ വന്നിട്ട് ബാക്കി എന്താ ഇനി നടക്കാൻ പോകുന്നേ നോക്കാം എന്ന് പറഞ്ഞ് എനിക്ക് 2 ദിവസത്തിൽ തന്നെ ഞാൻ നാട്ടിലോട്ട് കയറി വന്നു. നാട്ടിലോട്ട് കയറി വന്നിട്ട് എൻ്റെ അടുത്ത് അമ്മ ആദ്യം പറഞ്ഞത്, നമ്മൾ ഹോസ്പിറ്റലിലല്ല പോകുന്നത്, നമുക്ക് കൃപാസനത്തിൽ പോവാം, ഉടമ്പടി എടുക്കാൻ നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നീ എടുക്ക് എന്ന് പറഞ്ഞിട്ട് അമ്മ എനിക്ക് ഉടമ്പടി എങ്ങനെ എടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു തന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ വെളുപ്പിനെ 5:30 എണീറ്റ് പ്രാർത്ഥിക്കണം, ബൈബിൾ വായന വേണം, ആരോടും ദേഷ്യപ്പെടാനോ ആരോടും മറുത്തൊരു വാക്ക് പറയാനോ പാടില്ല. കാരണം ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, ഇതൊക്കെ നിനക്ക് അനുസരിക്കാം എന്നുള്ള ഒറ്റ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം നീ ഉടമ്പടി എടുത്താൽ മതി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് വേദന ഭയങ്കര അസഹ്യമായിരുന്നു. കാരണം എനിക്ക് എക്സാം പോലും എഴുതാൻ പറ്റാത്തൊരു വിധത്തിലോട്ട് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അന്ന് രാത്രി മൊത്തം ഞാൻ ഇരുന്ന് ആലോചിച്ചിട്ട് ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, ഞാൻ എടുക്കാം, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഉടമ്പടി എടുക്കാൻ, എന്നെ അവിടെ നിന്ന് എത്തിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ രാവിലെ അവിടുന്ന് ട്രെയിൻ കയറി ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു. പിറ്റേന്ന് തൊട്ട് ഞാൻ 5:30 എണീറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്കറിയില്ല, വലിയൊരു അത്ഭുതമായിരുന്നു. ഞാൻ എന്ന് ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ വേദന ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം ഞാൻ പ്രാർത്ഥിക്കാൻ നേരത്താണെങ്കിലും ഞാൻ അമ്മയുടെ തൈലം ഞാൻ എൻ്റെ കയ്യിൽ പരട്ടുമായിരുന്നു. അതോടൊപ്പം എനിക്ക് അമ്മ കഞ്ഞിയൊക്കെ തരുമ്പോൾ മാതാവിൻ്റെ ഇവിടുന്ന് കിട്ടുന്ന ഉപ്പ്, പ്രാർത്ഥിച്ച് ഉപ്പ് അതിനകത്തൊക്കെ ഇട്ടായിരുന്നു എനിക്ക് തരുന്നത്. ഞാൻ കുറേ അധികം ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നാലും എനിക്ക് പേടിയായിരുന്നു, ഇനി ഈ വേദന വന്നാൽ ഞാൻ എന്തു ചെയ്യും എന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ പിറ്റേന്ന് തൊട്ട് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ആ വേദന എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ കയ്യിൽ ബാൻഡേജ് ചുറ്റിക്കൊണ്ടായിരുന്നു നടക്കുന്നത്. വേദന അത്രയും രൂക്ഷമായതുകൊണ്ട് എനിക്കൊട്ടും താങ്ങാൻ പറ്റാത്തത് കൊണ്ടും ഞാൻ ബാൻഡേജ് ചുറ്റിയായിരുന്നു നടന്നത്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ബാൻഡേജിൻ്റെ ആവശ്യമേ വന്നിട്ടില്ല. ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല, ബാൻഡേജ് പിന്നെ ചുറ്റിയിട്ടില്ല, ഒന്നും തന്നെ ചെയ്തിട്ടില്ല. മാതാവിൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളും ഉടമ്പടിയിലെ ഓരോ കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകാൻ ചെയ്തു. അങ്ങനെ ഞാൻ ഹോസ്റ്റലിൽ തിരിച്ചു പോയപ്പോൾ എനിക്ക് പേടിയായിരുന്നു. എൻ്റെ എക്സാം എഴുതാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയായിരുന്നു. ഞാൻ ഇവരുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവരും എന്നോടൊപ്പം ഫുൾ സപ്പോർട്ടായിട്ട് നിന്നു. ഇവരും പറഞ്ഞു, എടി നമുക്കെല്ലാവർക്കും, നീ ഒറ്റയ്ക്കായിട്ട് പ്രാർത്ഥിക്കേണ്ട, നമുക്കെല്ലാവർക്കും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമാതാവ് പെട്ടെന്ന് വിളി കേൾക്കും. നമുക്കെല്ലാവർക്കും രാവിലെ 5:30 നമുക്ക് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ വൈകുന്നേരങ്ങളിൽ നമുക്ക് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഒന്നിച്ചിരുന്ന് തന്നെ എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ ആയാലും എനിക്ക് എൻ്റെ മാതാവ് വേദന എന്താണെന്ന് അറിയിച്ചിട്ടില്ല. കൈമുട്ട് കുറച്ച് തിരിഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് വേദന എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അത് വലിയൊരു കാര്യമാണ് എനിക്കുണ്ടായത്. അതുപോലെ തന്നെ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതിനോടൊപ്പം തന്നെ എൻ്റെ കൂട്ടുകാരുടെ ഓരോ പ്രാർത്ഥനകളും മാതാവ് കേട്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാലും അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മ മാതാവ് നടത്തി കൊടുക്കുമായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് തന്നെയായിരുന്നു എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ അലാം വെച്ച് 5:30 എണീച്ച് അച്ഛൻ്റെ പ്രാർത്ഥന എപ്പോഴും കേൾക്കും. അതുപോലെ തന്നെ അതേപോലെ തന്നെ ഒരു പ്രശ്നമായിരുന്നു ഞങ്ങളുടെ 4th ഇയറിൻ്റെ എക്സാം എന്നുള്ളത്. ഞാൻ 2nd ഇയർ തൊട്ടാണെങ്കിൽ ഞാൻ 1st ഇയർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ തൊട്ടായാലും എനിക്ക് നല്ല മാർക്കോടെ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. എനിക്കെൻ്റെ കൂട്ടുകാർക്ക് നല്ല മാർക്കോടെ തന്നെയായിരുന്നു അമ്മ മാതാവ് പാസ്സാക്കിയിട്ടുള്ളത്. ഡിസ്റ്റിങ്ഷനോട് തന്നെ അമ്മ മാതാവ് ഞങ്ങളെ പാസ്സാക്കി. പക്ഷേ 4th ഇയറിലെ എക്സാം ടൈം ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിപ്പോയി. കാരണം ഈ 4th ഇയറിൻ്റെ എക്സാം എന്ന് പറയുന്നത് 6 മാസം ഞങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് ആയിരിക്കും. ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ 6 മാസത്തെ ജോലി മാത്രമേ ഉള്ളൂ. പഠിക്കാനായാലും ക്ലാസ്സിന് പോകാനാണെങ്കിലും ഒന്നും ഞങ്ങൾക്ക് പറ്റുകയില്ല. ഞങ്ങൾ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ആയിരിക്കും മിക്ക ദിവസങ്ങളിലും. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞങ്ങൾ വന്ന് കിടന്ന് ഉറങ്ങും. കാരണം അത്രയും ക്ഷീണമായിരിക്കും.
ഞങ്ങൾക്ക് പഠിക്കാനായിട്ടോ ഓരോന്ന് ഞങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യാനായിട്ടോ ഒന്നും ഞങ്ങൾക്ക് സാധിക്കത്തില്ലായിരുന്നു. അങ്ങനെ 6 മാസം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒന്നും നോക്കിയിട്ടില്ല. ഞങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് തീരുന്നതിൻ്റെ അന്ന് ലാസ്റ്റ് സെൻഡ് ഓഫ് ഡേയുടെ അന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞങ്ങളുടെ ടൈം ടേബിൾ കിട്ടി. 1 മാസത്തിനുള്ളിൽ ഞങ്ങളുടെ എക്സാം ഉണ്ടായിരുന്നു. മാർച്ച് 11-ാം തീയതി ഞങ്ങളുടെ എക്സാം തുടങ്ങുമായിരുന്നു. ഞങ്ങൾ കൂട്ടി നോക്കിയപ്പോൾ വെറും 29 ദിവസം മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. 4 സബ്ജക്റ്റ് ഉണ്ട്. ഈ 4 സബ്ജക്റ്റിൽ ഒരു സബ്ജക്റ്റ് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. പണ്ട് സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ പഠിക്കുമ്പോഴായാലും ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറും ഇൻറ്റേർണൽ എക്സാമും ഒക്കെ നടക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കുറച്ചൊക്കെ അറിയായിരുന്നു എന്തായിരിക്കും, എവിടുന്നാണ് എഴുതേണ്ടതെന്നൊക്കെ ഞങ്ങൾക്ക് കുറച്ച് അറിയായിരുന്നു. പക്ഷേ ഈ 4th ഇയറിൽ അത്രയും ഞങ്ങൾ കൂടുതൽ പഠിക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഈ 1 മാസം എന്ത് ചെയ്യണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ അത് പൂർത്തീകരിക്കും എന്നൊന്നും അറിയത്തില്ല. 4 സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടഫായിട്ടുള്ള സബ്ജക്റ്റ് തന്നെയായിരുന്നു. റിസർച്ചും സ്റ്റാറ്റിസ്റ്റിക്സും. സ്റ്റാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇച്ചിരി പാടാണ്. കാരണം അതിനകത്ത് കൂടുതൽ കണക്കുകളാണ് ചോദിക്കുന്നത്. ഈ 4 വർഷം ഞങ്ങൾക്ക് കണക്കെന്ന് പറയുന്നൊരു സബ്ജക്റ്റേ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൽ നിന്നുള്ള ടച്ച് എല്ലാം വിട്ടുപോയായിരുന്നു. എങ്ങനെ കണക്ക് ചെയ്യുക, പെട്ടെന്ന് തന്നെ ഇത്ര സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് ചെയ്ത് തീരാൻ പറ്റുമോ, ഓരോ ഇക്വേഷൻസ്, കാര്യങ്ങൾ, സ്റ്റെപ്സ് ഇതെല്ലാം ഞങ്ങൾ കാണാതെ പഠിക്കണമായിരുന്നു. കാണാതെ പഠിക്കുകയാണെങ്കിൽ പോലും മനസ്സിലാക്കി പോലും ഞങ്ങൾക്ക് പഠിക്കാനുള്ള ശേഷി ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. കാരണം ഞങ്ങൾക്ക് സമയമില്ല എന്നുള്ളൊരൊറ്റ മൈൻഡ് മാത്രമേ ഉള്ളായിരുന്നു ഞങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു രണ്ടും കൽപ്പിച്ച് നമുക്ക് പഠിച്ചു തുടങ്ങാം, നമ്മളുടെ ഭാഗത്തു നിന്നുള്ളത് നമുക്ക് ഇടാം, ബാക്കിയെല്ലാം ഇനി മാതാവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് തന്നെ ഞങ്ങളുടെ എക്സാമിൻ്റെ ഒരു പാറ്റേൺ, ഞങ്ങളുടെ ടൈം ടേബിൾ ഞങ്ങൾ തന്നെ ഉണ്ടാക്കി. ഈ ഒരു സബ്ജക്റ്റ് ഇത്ര ദിവസത്തിനുള്ളിൽ തീർക്കാം, ഇത്ര ദിവസത്തിനുള്ളിൽ അടുത്ത സബ്ജക്റ്റ് എടുക്കാം എന്നുള്ളത് ഞങ്ങൾ തന്നെ ഒരു ടൈം ടേബിൾ പോലെ ഉണ്ടാക്കി. ഞങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ പറയുന്നത് 4th ഇയറിൽ ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. ഈ കമ്മ്യൂണിറ്റി എക്സാം എന്ന് പറയുന്നത് വിജയശതമാനം ഭയങ്കര കുറവുള്ളൊരു സബ്ജക്റ്റാണ്. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ എളുപ്പമാണെന്നൊക്കെ തോന്നിയാലും സീനിയേഴ്സിനായാലും എല്ലാവർക്കും പോയിട്ടുള്ളത് കൂടുതലും കമ്മ്യൂണിറ്റി എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് OBG കഴിഞ്ഞിട്ട് ഒറ്റ ദിവസം മാത്രമേ ഉള്ളായിരുന്നു കമ്മ്യൂണിറ്റി എക്സാം പഠിക്കാനുള്ള സമയം. OBG എക്സാം ഒക്കെ കഴിഞ്ഞു. OBG എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഉറങ്ങി എണീറ്റപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ കമ്മ്യൂണിറ്റി എന്ത് ചെയ്യും, എങ്ങനെ എഴുതി തുടങ്ങും എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം ഒരു ചാപ്റ്റർ തന്നെ പ്രോഗ്രാംസ് എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ്. അതിനകത്ത് നമ്മൾ ഇയറും കാര്യങ്ങളും എല്ലാം കാണാതെ പഠിച്ചെഴുതേണ്ട ഒരു സാധനമാണ്. ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഞങ്ങൾക്ക് എന്ത് ചോദിച്ചാലും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തപ്പോൾ 2018 തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങൾ റെഫർ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ 2018 തൊട്ട് 24 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നിലും ഈ പ്രോഗ്രാംസ് ചോദിക്കാതെ ഇരുന്നിട്ടില്ല. ഈവൻ സപ്ലിമെൻ്ററി എക്സാമിനാണെങ്കിൽ പോലും ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ അത് എന്തുമായാലും വരും, പക്ഷെ ഞങ്ങൾക്ക് പഠിക്കാനുള്ള സമയമില്ല, അത് പഠിച്ചാലോട്ട് ഞങ്ങൾ ഓർത്തിരിക്കത്തുമില്ല. ഞങ്ങളപ്പോൾ വിചാരിച്ചു നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഒരു പേപ്പറിനകത്ത് എഴുതിയിട്ട് നമുക്ക് മാതാവിൻ്റെ മുമ്പിൽ അത് വെക്കാം. കാരണം ഞാനിവിടെ ലാസ്റ്റായിട്ട് ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് എനിക്ക് അവിടുന്ന് ടോക്കൺ കിട്ടിയായിരുന്നു. അപ്പോൾ എൻ്റെ പ്രാർത്ഥന മൊത്തം മാതാവിനെ തരണേ, മാതാവിൻ്റെ രൂപം എനിക്ക് പിടിക്കാൻ പറ്റണേ എന്നുള്ളൊരു മനസ്സായിരുന്നു എൻ്റെ. പക്ഷേ എനിക്ക് മാതാവിനെ കിട്ടിയില്ല, പകരം എനിക്ക് മെഴുകുതിരിയായിരുന്നു കിട്ടിയത്. അപ്പോൾ ചന്ദനത്തിരിയായിരുന്നു കിട്ടിയത്. അപ്പോൾ ഞാൻ ഓർത്തു സാരമില്ല, കുഴപ്പമില്ല, അതിനി ഇതെങ്കിലും കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് സമാധാനിച്ച് ഫ്രണ്ടിലത്തെ കൗണ്ടറിൻ്റെ മുമ്പിൽ പോയപ്പോൾ അവിടെ അമ്മ മാതാവിൻ്റെ രൂപം ഇരിക്കുന്നത് കണ്ടു. ശരിക്കും പറഞ്ഞാൽ ആ രൂപം കണ്ടതോടെ ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ എനിക്ക് എന്തൊക്കെ വന്നാലും എനിക്ക് ആ രൂപം വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ കിട്ടാതെ പോയത് അമ്മ മാതാവിൻ്റെ രൂപമാണ്. എനിക്കപ്പോൾ എപ്പോഴായാലും എനിക്ക് പ്രാർത്ഥിക്കാം, അമ്മ മാതാവിനോട് സംസാരിക്കണമെങ്കിൽ ആ രൂപത്തെ നോക്കി എനിക്ക് സംസാരിക്കാം, എനിക്ക് തൊടാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ രൂപം വാങ്ങിച്ചുകൊണ്ടാണ് ഇവിടെ പോയത്. ആ രൂപം വാങ്ങിച്ച സമയത്ത് അവിടെ ഫ്രണ്ടിലിരുന്ന് ഞാൻ ആ രൂപം വാങ്ങിച്ച സമയത്ത് ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മോളെ ഈ രൂപം നീ വാങ്ങിച്ചതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, ഈ രൂപം ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ആ ചേച്ചി പറഞ്ഞു, ഈ രൂപം വെറുതെ ചുമ്മാ തറയല്ലോ അല്ലെങ്കിൽ ടേബിളിൻ്റെ മണ്ടയ്ക്കോ വെക്കാതെ ഇവിടുന്ന് കിട്ടുന്ന നീല പട്ടിൻ്റെ തുണിയുടെ മണ്ടയ്ക്ക് വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പട്ടിൻ്റെ തുണിയെല്ലാം വാങ്ങിച്ച് ഞാൻ ഹൈദരാബാദിൽ കൊണ്ടുപോയി ഞാൻ എൻ്റെ ഹോസ്റ്റൽ റൂമിൽ ഞങ്ങൾ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മാതാവിന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു പ്രെയർ റൂം പോലെ, പ്രെയർ ഏരിയ പോലെ ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്തു. ഈ തുണികളെല്ലാം വെച്ചിട്ട് ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് അവിടെ മെഴുകുതിരിയും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് അത് നല്ല രീതിയിൽ തന്നെ അലങ്കരിച്ച് ഞങ്ങളവിടെ വെച്ച് ഞങ്ങളവിടെ പ്രാർത്ഥിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഈ എഴുതിയ പേപ്പർ നമുക്ക് എഴുതിയിട്ട് നമുക്ക് മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ വെച്ച് പ്രാർത്ഥിക്കാം, ഉറപ്പാണ് നമുക്ക് കിട്ടും, നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് അതിനകത്തുനിന്ന് കിട്ടും, നമുക്ക് ജയിക്കാനുള്ളത് നമുക്ക് അതിനകത്ത് കിട്ടുമെന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങളെല്ലാ ഫ്രണ്ട്സും കൂടി ഇരുന്ന്
ഞങ്ങളെല്ലാവരും ഞങ്ങൾക്ക് എന്തൊക്കെ ആർക്കൊക്കെ ഏതൊക്കെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്ക് നമുക്കതിനകത്തുനിന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു ടോപ്പിക്ക് പോലെ ഞങ്ങൾ എഴുതി വെച്ചു. എസ്ഐക്ക് ഇതുപോലെ വരണം, 5 മാർക്കിന് ഇതുപോലെ വരണം, ഞങ്ങളൊരു ടോപ്പിക്ക് പോലെ എഴുതി വെച്ചു. ആ എഴുതി വെച്ച് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ 36 മലയാളീസ് ഉണ്ട് ഞങ്ങളുടെ ബാച്ചിൽ. ഞങ്ങളെല്ലാവരും ഒരേപോലെ മാതാവിൻ്റെ തിരി കത്തിച്ച് വെച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അറിയില്ല, എക്സാമിന് കയറുന്നതിന് മുമ്പായാലും എക്സാമിന് പോകുന്നതിന് മുമ്പായാലും ഞങ്ങൾ എപ്പോൾ ഏതൊരു എക്സാമിനോ ഏതൊരു നല്ല കാര്യത്തിനോ പോകുന്നതിന് മുമ്പ് ഞാൻ ഉടമ്പടി എടുത്തതുകൊണ്ട് ഞാനായിരിക്കും ഇവരുടെ എല്ലാം നെറ്റിയിൽ എണ്ണ തേച്ച് കൊടുക്കുന്നതും അതുപോലെ തന്നെ ഉപ്പും കൊടുത്ത് വിടാറുണ്ട്. എല്ലാവരുടെയും ഞങ്ങളുടെ എല്ലാവരും സീറ്റിൻ്റെ അവിടെ ഇടാൻ വേണ്ടിയിട്ട് എണ്ണ തേച്ച് കൊടുത്തു. പതിവ് പോലെ എന്നും ഞങ്ങൾ എക്സാമിന് ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ എക്സാം ഹോളിലിരിക്കുക. ഞാൻ ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിലായിരുന്നു ഞാൻ ഇരുന്നത്. കാരണം എൻ്റെ പേര് എ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാനായിരുന്നു ഏറ്റവും ആദ്യം ഇരുന്ന വ്യക്തി. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി. ക്യാമറയുടെ നേരെയാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും സംശയം വന്നാൽ പോലും ചോദിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു അത്. ഞാനാണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങൾക്ക് കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് നോക്കിയപ്പോൾ ശരിക്കും ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു എനിക്കുണ്ടായത്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് നോക്കിക്കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ നോക്കിയിട്ട് കണ്ണടച്ച് കാണിച്ചു, പേടിക്കണ്ട, എല്ലാം ഓക്കെയാണ്. കാരണം ഞങ്ങൾ ആ എഴുതി വെച്ചത് മാതാവിനൊരു സോഫ്റ്റ് കോപ്പി എങ്ങനെയാണോ ഞങ്ങൾ മാതാവിന് കൊടുത്തത് അതിൻ്റെ ഒരു ഹാർഡ് കോപ്പി ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ പോലെയായിരുന്നു. ഞങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ വേണോ അതേ രീതിയിലാണ് മാതാവ് ഞങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ തിരിച്ചു തന്നത്. എസ്ഐക്ക് ഏത് ക്വസ്റ്റ്യൻ വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചോ ആ 2 ക്വസ്റ്റ്യനും അതുപോലെ തന്നെ വന്നു. 5 മാർക്കിൻ്റെ ഏത് ക്വസ്റ്റ്യന് വേണമെന്ന് ആഗ്രഹിച്ചോ 7 ക്വസ്റ്റ്യൻസും അതേപോലെ വന്നു. 2 മാർക്കും അതുപോലെ തന്നെ. അതെങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എല്ലാ വർഷവും ചോദിക്കുന്ന പ്രോഗ്രാംസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഞങ്ങൾ ചോദിക്കല്ലേ എന്ന് മാതാവിനോട് പറഞ്ഞതും ആ ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും 2 മാർക്കിൽ പോലും മാതാവ് ഇയറിനെ പറ്റിയിട്ടോ പ്രോഗ്രാംസിനെ പറ്റിയിട്ടോ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഞങ്ങളുടെ എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത്. അപ്പോൾ മാംസൊക്കെ വിചാരിച്ചു ടഫ് ആയതുകൊണ്ടാണോ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓടി ഈ മാതാവ് ഇരിക്കുന്ന സ്ഥലത്തോട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ ഏത് എക്സാം കഴിഞ്ഞാലും ഞങ്ങൾ ആദ്യം വീട്ടിൽ വിളിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നുമല്ല ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ആദ്യം ഓടി പോകുന്നത് മാതാവിൻ്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും, അമ്മ മാതാവേ ഞങ്ങൾക്ക് നല്ല മാർഗോടെ ജയിപ്പിച്ച് തരണേ, ഞങ്ങൾക്ക് എല്ലാവർക്കും അമ്മ മാതാവിൻ്റെ ഈ മുമ്പിൽ വന്ന് ഞങ്ങൾക്ക് സാക്ഷ്യം പറയാൻ യോഗ്യതപ്പെടുത്തണമേ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പേപ്പറുകൾ എന്ത് തെറ്റുണ്ടായെങ്കിലും അത് അമ്മ മാതാവ് അവിടുന്ന് ശരിയാക്കി ഞങ്ങളുടെ പേപ്പറുകൾ നോക്കണേ എന്നായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കാറുള്ളത്. അപ്പം ഞങ്ങൾ എക്സാം എല്ലാം കഴിഞ്ഞു. അത് ഭയങ്കര അത്ഭുതമായിട്ടായിരുന്നു ഞങ്ങൾക്ക് തോന്നിയത്. സമയത്തിൻ്റെ കാര്യമാണെങ്കിലും ഞങ്ങൾ ഏത് സബ്ജക്റ്റിന് റിസർച്ചും സ്റ്റാറ്റിസ്റ്റിക്സും 2 സബ്ജക്റ്റ് 3 മണിക്കൂറിനുള്ളിൽ എഴുതി തീർക്കണം. സ്റ്റാറ്റിക്കകത്ത് കണക്കുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഒരിക്കലും ഉറപ്പില്ല. എല്ലാ ചേച്ചിമാരും പറയാറുണ്ട് സ്റ്റാറ്റിക് ആർക്ക് സമയം കിട്ടാറില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കണക്ക് നിങ്ങൾക്ക് ചെയ്യണമല്ലോ എന്നുള്ളത് വെച്ചിട്ട്. ഞങ്ങൾ ഏത് വിഷയത്തിനാണോ ഞങ്ങൾക്ക് സമയം കിട്ടില്ല എന്ന് വിചാരിച്ചത് ആ വിഷയം ഞങ്ങളെ എല്ലാവരെയും ഒരു 15 മിനിറ്റ് മുമ്പേ ഞങ്ങൾ അത് എഴുതി തീർത്തു. അപ്പം ഞങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ മറിച്ചും തിരിച്ചും ഒക്കെ നോക്കി. ഞങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഞാനിങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി, ഞാൻ ഏതെങ്കിലും ക്വസ്റ്റ്യൻ വിട്ടിട്ടുണ്ടോ എന്ന് നോക്കി. എനിക്ക് പിന്നെയും 15 മിനിറ്റ് പിന്നെയും കിടക്കുക. ആദ്യമായിട്ട് ഞാൻ പിന്നെയും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ളതും എനിക്കറിയായിരുന്നു, അതും ഞാൻ എഴുതി വെച്ചു. 15 മിനിറ്റ് എനിക്ക് കിട്ടി. ബാക്കിയുള്ളവരടുത്ത് ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും ഒരേപോലെ 10 മിനിറ്റ് 15 മിനിറ്റ് മുമ്പേ അവരും എഴുതി തീർത്തായിരുന്നു. എല്ലാ സ്റ്റുഡൻസിനും നല്ല രീതിയിൽ തന്നെ ടൈം മാനേജ്മെൻറ്റ് ഞങ്ങൾക്ക് ആ സബ്ജക്റ്റിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് എക്സാം ആയിരുന്നു ഞങ്ങളുടെ നഴ്സിംഗ് മാനേജ്മെൻറ്റ് എക്സാമിന് ഞങ്ങൾക്ക് വലിയൊരു പ്രശ്നമായിരുന്നു ഞങ്ങൾ നേരിട്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 2018 തൊട്ടുള്ള പേപ്പറാണ് എല്ലാ സബ്ജക്റ്റിനും ഞങ്ങൾ റെഫർ ചെയ്യാറുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 2018 തൊട്ടുള്ള മെയിനും സപ്ലിമെൻ്ററി എല്ലാ എക്സാമും ഞങ്ങൾ റെഫർ ചെയ്യും. പക്ഷേ ഈ വട്ടം വന്ന നഴ്സിംഗ് മാനേജ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് ഇത് ക്വസ്റ്റ്യൻസ് ഏതാ എന്ന് മനസ്സിലാക്കാത്ത വിധത്തിലുള്ളൊരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഞങ്ങൾക്ക് വന്നിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഈ നഴ്സിംഗ് മാനേജ്മെൻറ്റ് എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് തുറന്നു വെച്ച് പഠിച്ചു. നോർമലി ഞാൻ ചെയ്യാറുള്ളത് രാവിലെ ടെക്സ്റ്റ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ ടെക്സ്റ്റ് തുറക്കാറില്ല. ആ ടെക്സ്റ്റ് ഞാൻ എന്നും ചെയ്യുന്ന പോലെ തന്നെ ടെക്സ്റ്റ് തുറന്നു വെച്ച് ഒരു ടൈം ആയപ്പോൾ ഞാൻ അടച്ചു വെച്ചത് മാതാവിൻ്റെ ഇവിടുന്ന് തന്ന പത്രം ഉണ്ട് എൻ്റെ കയ്യിൽ. ആ പത്രം ഞാൻ ഏതെങ്കിലുമൊക്കെ എനിക്ക് പാടുള്ള സബ്ജക്റ്റിലൊക്കെ ആണെങ്കിൽ ഞാൻ മാതാവിൻ്റെ പത്രം വെക്കാറുണ്ട്.
മാതാവിൻ്റെ പത്രം എനിക്ക് കിട്ടി. ആ പത്രം വെച്ചിട്ട് ഞാൻ ടെക്സ്റ്റ് അടച്ചു വെച്ചിട്ട് ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, ഒന്നുകൂടെ പോയി നോക്ക്, എന്തോ ഒരു എനർജി പോലെ എനിക്ക് കിട്ടുന്നുണ്ട്, ഒന്നുകൂടെ പോയി നോക്ക്, അത് പോയി നോക്ക് എന്ന് പറയുന്നുണ്ട്. ആ മടക്കി വെച്ചത് ഏതാണോ അവിടെ പോയി ഒന്ന് നോക്കെന്ന് പറയുന്നുണ്ട്. ഞാൻ വാതിലിൻ്റെ അവിടെ വരെ ഇറങ്ങി ഞാൻ തിരിച്ച് കയറി വന്നിട്ട് ടേബിളിൽ നിന്ന് ഞാൻ മടക്കി വെച്ച ടെക്സ്റ്റ് എടുത്തു. മാതാവിൻ്റെ പത്രം എവിടെയാണോ ഇരുന്നത് അത് നൂത്ത് വെച്ച് നോക്കി. ജസ്റ്റ് അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് ഇന്നേ വരെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ജസ്റ്റ് സബ് ടോപ്പിക്സ് മാത്രം നോക്കിയിട്ട് ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു, ജസ്റ്റ് ഈ സബ് ടോപ്പിക്ക് ഒരു 10-12 എണ്ണം ഉണ്ടായിരുന്നു, ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെച്ചേക്കെ, ചോദിച്ചാലോ എന്ന് ഞാൻ പറഞ്ഞു. ആ സബ് ടോപ്പിക്സ് പെട്ടെന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തു, ഇറങ്ങി. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞപ്പോൾ എസ്സേ ആയിട്ട് വന്നത് ഈ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിന് സബ് ടോപ്പിക്സ് ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അത് അറ്റൻഡെങ്കിലും ചെയ്യാൻ പറ്റി. അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതുപോലും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. എന്താണ്, കുറേ ഔട്ട് ഓഫ് സിലബസ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് എങ്ങനെ എഴുതണ്ടേന്ന് പോലും അറിയത്തില്ല. പക്ഷേ എഴുതി തുടങ്ങിയപ്പോൾ എങ്ങനെയൊക്കെയോ എഴുതി ലാസ്റ്റ് വന്നു കഴിഞ്ഞ് ലാസ്റ്റ് പേജ് തീരാറായി കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ടായിരുന്നു. കാശുരൂപത്തെ തൊട്ട് ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, എന്താ എഴുതിയെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ, അമ്മ മാതാവ് ജയിപ്പിച്ച് തരണമെന്ന് പറഞ്ഞിട്ട് ഓരോ പേപ്പറിലും ഞാൻ ആ കാശുരൂപം വെച്ചിട്ട് കുരിശ് വരച്ചിട്ടാണ് ഞാൻ എൻ്റെ പേപ്പർ കൊടുത്തത്. നേരെ വന്നു, എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. കാരണം നല്ല പാടുള്ള സബ്ജക്റ്റായിരുന്നു. ഞങ്ങൾക്ക് ഇത്ര എഴുതിയതിൽ ഏറ്റവും കൂടുതൽ പാടുള്ള സബ്ജക്റ്റ് ഞങ്ങൾക്ക് തോന്നിയത് നഴ്സിംഗ് മാനേജ്മെൻ്റ് ആയിരുന്നു. ഞങ്ങൾ നേരെ അമ്മ മാതാവിൻ്റെ അടുത്തോട്ട് പോയി. അമ്മ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, മാതാവേ ഞങ്ങളെ തോൽപ്പിക്കല്ലേ, കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയണം. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ഈ ദിവ്യപീഠത്തിൽ വന്ന് ഞങ്ങൾക്ക് സാക്ഷ്യം പറയണം. അത് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഇത്രയും നാളും എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്ന് എൻ്റെ ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ നിന്ന് എനിക്ക് സാക്ഷ്യം പറയണമെന്ന് ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു. അത് എനിക്ക് ഒരുക്കി തരണേ, അമ്മ മാതാവ് ഞങ്ങൾക്ക് നോക്കി തരണേ, പരീക്ഷിക്കല്ലേ എന്ന് മാത്രം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. എക്സാം എല്ലാം കഴിഞ്ഞു, ഞങ്ങളെല്ലാം ഇങ്ങനെ റിസൾട്ടിന് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പ്രാക്ടിക്കൽസ് വന്നു. പ്രാക്ടിക്കൽസും കുറേ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാം ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നായിരുന്നു. പക്ഷേ അതെല്ലാം ഒരു രീതിയിൽ പോയി. ഞങ്ങൾക്ക് എക്സാം കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ഞങ്ങളുടെ റിസൾട്ട് വന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്കോടെ, ഞങ്ങൾക്ക് 2 പേർക്ക് ഡിസ്റ്റിങ്ഷനും ബാക്കി എല്ലാവർക്കും ഫസ്റ്റ് ക്ലാസ്സോടെ മാതാവ് ജയിപ്പിച്ചു. നല്ല മാർക്കോട് തന്നെയാണ് ജയിപ്പിച്ചത്. അപ്പോഴും ഞങ്ങൾക്ക് തോന്നുന്നത് നഴ്സിംഗ് മാനേജ്മെൻറ്റിന് ഞങ്ങൾക്ക് മെമ്മോ ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. സോ ഞങ്ങൾക്ക് മെമ്മോ കിട്ടിയിട്ട് വേണം ഞങ്ങളുടെ മാനേജ്മെൻറ്റിൻ്റെ മാർക്ക് കാണാൻ. കാരണം അത് പാസ്സെങ്കിലും ആയിട്ടുണ്ടാവുമല്ലോ, കാരണം അല്ലാതെ നമുക്കൊരിക്കലും ഫസ്റ്റ് ക്ലാസ്സിനും ഡിസ്റ്റിങ്ഷനും കിട്ടത്തില്ല. ഞങ്ങൾക്ക് ആ മാർക്കാണ് ഞങ്ങൾക്ക് കൂടുതലും ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതും. അതോടൊപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ച കാര്യം കമ്മ്യൂണിറ്റിക്ക് ഞങ്ങൾക്ക് ഇപ്പോഴും നല്ല ഉറപ്പാണ്, ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റിക്ക് എല്ലാവർക്കും നല്ല മാർക്ക് തന്നെയായിരിക്കും. കാരണം എന്താണെന്നറിയില്ല, ഞങ്ങൾ കൊടുത്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ് മാതാവ് ഞങ്ങൾക്ക് തിരിച്ചു തന്നത്. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരിക്ക് അവൾക്ക് ഇതുപോലെ നെക്കിൻ്റെ അവിടുന്ന് അവൾക്കും മസിൽ പെയിൻ ആയിട്ട് അവൾ ഹോസ്പിറ്റലിൽ പോയേക്കുമായിരുന്നു. ഹോസ്പിറ്റലൊക്കെ പോയിട്ടും അവൾക്ക് നാട്ടിലോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ആ അവസ്ഥയിലും എക്സാമിന് ടൈം ആയതുകൊണ്ട് നാട്ടിലോട്ട് വരാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, എടി എനിക്കൊന്ന് കുരിശ് വരച്ച് തരുമോ, എണ്ണ വെച്ചിട്ട് കുരിശ് വരച്ച് തരുമോ എന്ന് ചോദിച്ചു. ഞാൻ എല്ലാ എക്സാമിന് മുമ്പിലും ഞാൻ അവൾക്ക് കുരിശ് വരച്ച് കൊടുക്കുമായിരുന്നു. അവൾ തിരിച്ചിറങ്ങി വന്നിട്ട് പറയാറുള്ളത്, എങ്ങനെയെന്ന് അറിയത്തില്ല, അത്രയും സമയം ഞാൻ എൻ്റെ വേദനയെ പറ്റി അറിഞ്ഞിട്ടേ ഇല്ല, എനിക്കത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ആ വേദന എനിക്ക് വന്നിട്ടില്ല എന്ന് അവൾ എൻ്റെ അടുത്ത് പറയുന്നത്. അതൊക്കെ എനിക്ക് ശരിക്കും ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. പിന്നീട് ഇവിടുന്ന് തന്ന പത്രങ്ങൾ ഞാൻ എൻ്റെ എല്ലാ ഹോസ്റ്റലിലെ എല്ലാ വിശ്വാസികൾക്കും ഞാൻ എൻ്റെ പത്രങ്ങൾ കൊണ്ട് കൊടുക്കുമായിരുന്നു. എല്ലാവരുടെ അടുത്തും ഞാൻ പറയും, ഇതുപോലെ കൃപാസനം ഇങ്ങനൊരു പള്ളിയുണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ, ഇപ്പോൾ ആർക്കെങ്കിലും ജോലി ഇല്ലാത്തതാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പോയി പ്രാർത്ഥിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ, നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എല്ലാം നിങ്ങൾ പോയി പ്രാർത്ഥിച്ചോ. ജൂനിയേഴ്സിൻ്റെ അടുത്താണെങ്കിലും ഞാൻ ഈ പത്രം കൊടുത്തിട്ട് ഞാൻ പറയും, നിങ്ങൾ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി അമ്മ മാതാവിൻ്റെ അടുത്ത് പറയാം, അമ്മ മാതാവ് നടത്തി തരും എന്നുള്ളൊരു ഇത് ഞാൻ എല്ലാവരുടെ അടുത്തും പറയാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കൂടുതൽ ഞങ്ങളെ ശക്തീകരിച്ചൊരു വാക്യമായിരുന്നു സെഫാനിയ 3:17. എൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യയുണ്ട്. ആ ഒരു വാക്യം ഞങ്ങളെല്ലാവരും ഉരുവിട്ടൊരു 3 തവണയെങ്കിലും പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ എക്സാമിന് പോകുന്നത്. എക്സാമിൻ്റെ ഇടയിൽ വെച്ചിട്ടാണെങ്കിലും ഇങ്ങനെ പറയും, കർത്താവ് ഞങ്ങളുടെ മധ്യയിൽ കാണണമേ, ഞങ്ങളെ ജയിപ്പിച്ച് തരണമേ എന്നുള്ളൊരു പ്രാർത്ഥന ചൊല്ലിയാണ് ഞങ്ങളെല്ലാ എക്സാമും ഇതുവരെയായിട്ട് അപ്പിയർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു വലിയ റിസൾട്ട് തന്നെ ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾക്ക് ഇന്ന് ഈ ദിവ്യപീഠത്തിൽ വന്ന് ഞങ്ങളുടെ സാക്ഷ്യം, ഞങ്ങളുടെ
ഏറ്റവും വലിയ എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് തന്നെ പറയാം, ഇവിടെ വന്നിട്ട് എൻ്റെ മാതാവിൻ്റെ മുമ്പിൽ നിന്നിട്ടുള്ള സാക്ഷ്യം. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പറയാൻ പറ്റി. അതിന് തന്നെ ഒരുപാട് നന്ദി. അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി അറിയിച്ചുകൊള്ളുന്നു. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. എന്തെന്നാൽ 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ആഷ്ലി ജേക്കബ് തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ മകളുടെ വാക്കുകളിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യക്തമായിരുന്നു. എപ്രകാരമാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ മകളെയും കൂട്ടുകാരെയും ഈ അൾത്താരയ്ക്ക് മുമ്പിൽ അമ്മ നിർത്തിയിരിക്കുന്നത്. BSc നഴ്സിംഗ് കഴിഞ്ഞ ഈ മകളും കൂട്ടുകാരുമായിരിക്കും. അത് ആദ്യമേ തന്നെ ഈ മകൾക്ക് ലഭിച്ച രോഗസൗഖ്യം തന്നെയാണ് ഈ മകളെ പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയിലേക്ക് അടുപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഒരുമിച്ച് കൂട്ടമായിട്ട് കൂട്ടുകാരൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഈ മകളെയും കൂട്ടുകാരെയൊക്കെ പരിശുദ്ധ അമ്മ സഹായിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവരുടെയൊക്കെ 4th സെമസ്റ്ററായ ലാസ്റ്റ് എക്സാമോടെ പാസ്സാകുവാനായിട്ട് അത് അവസാനത്തെ 1 മാസത്തിനുള്ളിൽ ടൈം ടേബിൾ വരികയും അത് സമയത്തിൻ്റെ ചുരുക്കത്തിൽ തന്നെയാണെങ്കിലും പരിശുദ്ധ അമ്മ ഈ മക്കൾക്ക് എപ്പോഴും ഒരു ആശ്രയമായിട്ട് ഉണ്ടായിരുന്നു. കാരണം എപ്രകാരം ഈ മക്കൾ മാതാവിനോട് പ്രാർത്ഥിച്ചുവോ, ഒരു സോഫ്റ്റ് കോപ്പി അവിടെ സമർപ്പിച്ചപ്പോൾ ഒരു ഹാർഡ് കോപ്പിയായിട്ട് എന്താണ് ഇവർ ആഗ്രഹിച്ച ടോപ്പിക്കുകൾ അതേ രീതിയിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടുകൊണ്ട് ഈ മക്കൾക്ക് വളരെ സുഖമായിട്ട് എഴുതുവാനും പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് അത് ചെയ്യുവാനുള്ള ഒരു വലിയ കൃപയാണ് പരിശുദ്ധ അമ്മ ഈ മക്കൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുക ചെയ്തത്. അത് ഈ മക്കളുടെ ജീവിതത്തിൽ ഒരുമിച്ചുള്ള കൂട്ടായ ഒരു പ്രാർത്ഥന തന്നെയാണ്. ഈ പ്രാർത്ഥന പരിശുദ്ധ അമ്മ കേൾക്കുകയും പരിശുദ്ധ അമ്മ ഇവർക്ക് ഒരു കൂട്ടായ്മ കൊണ്ട് ഒരു വലിയൊരു ആത്മീയമായ ധൈര്യവും എന്തിനേയും നേരിടാനുള്ള ഒരു വലിയ ശക്തി കൂടിയാണ് പരിശുദ്ധ അമ്മയിലൂടെ ഈ മക്കൾക്ക് ലഭിക്കുകയും ചെയ്തത്. അതുപോലെ തന്നെ ഇനി മുമ്പോട്ടുള്ള ഇവരുടെ ജീവിതത്തിൽ ആശ്ലയെയും കൂട്ടുകാരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് പരിശുദ്ധ അമ്മ ഇനിയും മാറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഇത് കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യങ്ങളിലും നിയോഗങ്ങളിലും പരിശുദ്ധ അമ്മ നമ്മളെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം.